എൻ്റെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും 2025 കേരള PSC നടത്തിയിട്ടുള്ള മുഴുവൻ എക്സാമുകളിലെയും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് മാത്രമാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. ASMന് പോകും മുമ്പേ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ക്ലാസ് കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് തീർച്ചയായിട്ടും ഉറപ്പിക്കാനാകും. അതേപോലെ നമ്മൾ ഒരു യൂട്യൂബർ എന്ന് പറയുമ്പോൾ, ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എൻ്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് 100% മാർക്ക് കിട്ടും, നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരിക്കലും ഞാൻ പറയുകയില്ല. പക്ഷേ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കാര്യത്തിൽ നമുക്കത് പറയാനായിട്ട് സാധിക്കും. കാരണം 2024 മുഴുവൻ എക്സാമുകളിലെയും ഇംഗ്ലീഷും മലയാളവും ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നിട്ടുണ്ട്. നന്നായിട്ട് എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. 2023 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഇംഗ്ലീഷും മലയാളവും ഇട്ടു തന്നിട്ടുണ്ട്. എന്തായാലും കൂട്ടുകാർ, നമ്മുടെ ക്ലാസ്സിനെ വിശ്വസിച്ചിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് 2025 നമ്മൾ എക്സാമിന് പോകുമ്പോൾ റീസെന്റ് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത്. ഇനിയും മക്കളെ 2025 ഇത് തന്നെ ഇതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലിട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ബാലൻസ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ബാലൻസും കൂടി വിട്ടുതരാം കേട്ടോ. ഇംഗ്ലീഷും മലയാളവും ഒക്കെ മാർക്ക് പോകാൻ പാടില്ല. അതിലൊക്കെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മുൻനിര റാങ്കുകളിൽ തന്നെ നിങ്ങൾ എത്തും കേട്ടോ. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. നമുക്കെങ്കിൽ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? കറക്റ്റ് സ്പെല്ലിംഗ് കോൺസെൻസസ് അല്ലേ? ഏതാണ്? ബി ആണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ. ബി ആണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. അടുത്ത എക്സാമുകൾക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ബി ആണ് കേട്ടോ. ഏതാണ്? CON ആണ് കേട്ടോ. കോൺസെൻസസ് അല്ലേ? SEN SUS സെൻസസ്. കോൺ CON SEN SUS. ഓക്കെ, കോൺ ഫസ്റ്റ് പഠിക്കുക. CON കോൺ. പിന്നെ സെൻ എടുക്കുക. SEN പിന്നെ SUS. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് കാക്ടസിന്റെ പ്ലൂറൽ ഫോം ഏതാ? അപ്പൊ കാക്ടസ് എന്താണ്? സിംഗുലർ ഫോം ആണ്. ചിലപ്പോൾ പ്ലൂറൽ ഫോം തന്നിട്ട് നമുക്ക് സിംഗുലർ ചോദിക്കാം അല്ലേ? കാക്ടസ് എന്താണ്? കാക്ടസ് കാക്ടി ആണ് കേട്ടോ. കാക്ടസസ് അല്ല, നമ്മളിപ്പോ SUS വെച്ചിട്ട് പ്ലൂറൽ അങ്ങോട്ട് വേഗം എഴുതും അല്ലേ? അങ്ങനെയല്ല. കാക്ടസ് US വന്നത് കൊണ്ട് തന്നെ അത് സിംഗുലർ ആണ്. കാക്ടി. എന്താണ്? കാക്ടി. Fill in the blank with the appropriate article. മക്കൾ ഇവിടെ കറക്റ്റ് ഒന്ന് ആർട്ടിക്കിൾ ഒന്ന് ചേർത്ത് കൊടുത്തേ. I need dash new laptop for my work. എന്താണ് അല്ലേ? I need, എനിക്ക് ആവശ്യമുണ്ട് ഒരു ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക് അല്ലേ? I need a new laptop for my work. Choose the correct form of the verb to complete the sentences. Neither the team nor the coach dash satisfied with the result. ഇവിടെ neither nor ആണല്ലേ ഈശ്വര. നമ്മള് സത്യം പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഇരുന്ന് ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കണം ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് ബേസുകളെല്ലാം കിട്ടണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നല്ല രീതിയിൽ എക്സാം ഹാളിൽ എത്ര റിപ്പീറ്റേഷൻ ആണെന്നറിയോ ക്വസ്റ്റ്യൻസ് വരുന്നത്. Neither the team nor the coach dash satisfied with the result. Neither nor ആണ് അല്ലേ? Or neither nor either or not only but also ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. കാരണം ദ ടീം അല്ലേ? ദ ടീം ഒരു സബ്ജക്റ്റ് ഉണ്ട്, ദ കോച്ച് ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ ദ കോച്ച് ആണ് അല്ലേ? നൈദർ നോർ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ ഇവിടെ ദ കോച്ച് എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഈസ് അല്ലേ? നൈദർ ദ ടീം നോർ ദ കോച്ച് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദി റിസൾട്ട്. Convert the following sentences into passive voice. My mother prepared a delicious meal. അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഏതാണ്? എ ഡിലീഷ്യസ് മീൽ അല്ലേ? എ ഡിലീഷ്യസ് മീല് അതൊരു സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ വാസ് പ്രിപ്പയർഡ് പാസ്റ്റിലായതുകൊണ്ട് ഇവിടെ എന്തായിരിക്കണം?
സിംഗുലർ ഫോമിലുള്ള ഒരു പാസ്റ്റ് ഫോം യൂസ് ചെയ്യണം. എ ഡിലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. മനസ്സിലായോ? എ ഡിലീഷ്യസ് മീൽ എന്ന് പറയുമ്പോൾ ഒരു സിംഗുലർ ഫോം ആണ് അല്ലെ? ആ സിംഗുലർ ഫോമും ആണ് ഇവിടെ പ്രിപ്പയർഡ് ആണ്, ഒരു പാസ്റ്റ് ഫോമും ആണ്. അതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബ് എന്തായിരിക്കണം? പാസ്റ്റ് ഫോമിലുള്ള ഒരു സിംഗുലർ വെർബ് തന്നെ ആയിരിക്കണം. എ ഡിലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. Choose the correct options to complete the sentences. She performed a dash in the dance competition. എങ്ങനെയായിരിക്കും? നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനെ എന്തു പറയും? വെൽ ആണ് അല്ലെ ഇവിടെ യൂസ് ചെയ്യുക. ഷി പെർഫോംഡ് വെൽ, വെരി വെൽ എന്ന് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ? ഷി പെർഫോംഡ് വെൽ ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഐഡന്റിഫൈ ദ ആന്റോണിയം ഓഫ് ദി വേർഡ് ബെനവലന്റ്. ബെനവലന്റ് ആന്റോണിയം എന്താ? നമ്മളിത് പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മള് ആന്റോണിയം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 2021 മുതൽ 25 വരെ കേരള PSC നടത്തിയിട്ടുള്ള ആന്റോണിയംലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എല്ലാം വരുന്ന ആന്റോണിയംസ് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. സിനോണിയംസ് ഇട്ട് തന്നിട്ടുണ്ട്, ഇഫ് ക്ലോസ് ഇട്ട് തന്നിട്ടുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് തന്നിട്ടുണ്ട്, ഇഡിയം ഇട്ട് തന്നിട്ടുണ്ട്, ആർട്ടിക്കിൾ ഇട്ട് തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് ഞാൻ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 100% ഗ്യാരണ്ടിയോടുകൂടി പറയുന്നത്, നിങ്ങൾക്ക് അതേപോലെ മലയാളം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഞാൻ അത്രയും ധൈര്യത്തോട് കൂടിയിട്ട് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ. എന്താണ്? നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതേപോലെ GK വിഭാഗത്തിലും ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തിയാൽ നല്ലൊരു മാർക്ക് അല്ലെ? നല്ല മാർക്ക് സ്കോർ ചെയ്യും. അടുത്ത എന്താണ്? അതേ നോക്കൂ, ബെനവലന്റ് പറഞ്ഞാൽ എന്താ? പരോപകാരി അല്ലെ? ഉപകാരം ചെയ്യുന്നവരെ നമ്മൾ പറയാറില്ലേ? പരോപകാരി എന്ന് പറയും അല്ലെ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് മെലവലന്റ് അല്ലെ? അപ്പൊ എന്താണ്? അത് പ്രത്യുപകാരം ചെയ്യാത്ത വ്യക്തിയായിരിക്കും അല്ലെ? ഒരു ഉപകാരങ്ങളും ചെയ്യാത്ത വ്യക്തിയായിരിക്കും. അപ്പൊ ബെനവലന്റ് എന്ന് പറഞ്ഞാൽ പരോപകാരിയാണ്, മെലവലന്റ് ആണ് അതിന്റെ ഓപ്പോസിറ്റ്. What does ATM commonly refer to in banking? എന്താ ATMന്റെ ഫുൾ ഫോം ചോദിച്ചിരിക്കുന്നത്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അല്ലേ? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആണ് കേട്ടോ ATMന്റെ ഫുൾ ഫോം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിയം ഫോർ വൊറേഷ്യസ്? എന്താ വൊറേഷ്യസ്? ഈ ആർത്തിയുള്ള എന്ന് പറയില്ല, ആർത്തി. വൊറേഷ്യസ് ആർത്തിയുള്ള, അതിന്റെ സിനോണിയം എന്താണ്? ആർത്തിയുള്ള. A ആണ് കേട്ടോ. ഇൻസാറ്റിയബിൾ ആണ്, ഇൻസാറ്റിയബിൾ ആർത്തിയുള്ള, വൊറേഷ്യസ് ആർത്തിയുള്ള, വൊറേഷ്യസ് ആർത്തിയുള്ള, ഇൻസാറ്റിയബിൾ ആർത്തിയുള്ള. വിച്ച് സെന്റൻസസ് ഈസ് ഗ്രാമറ്റിക്കലി കറക്റ്റ്? ഗ്രാമർ യൂസ് ചെയ്തിട്ട് സെന്റൻസ് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാ? B ആണ് കേട്ടോ. ഷീ ഡസൻറ്റ് ലൈക്ക് പിസ. അവൾ എന്ത് ചെയ്യുന്നില്ല? പിസ ഇഷ്ടപ്പെടുന്നില്ല. ഷീ ഡസൻറ്റ് ലൈക്ക് പിസ. ഇവിടെ എന്താ? ഷീ ഡോണ്ട് ലൈക്ക്. ഷീന്റെ കൂടെ ഒരിക്കലും ഡോണ്ട് യൂസ് ചെയ്യില്ല അല്ലെ? എപ്പോഴും എന്ത് തന്നെ വരണം? ഡസൻറ്റ് എന്ന് വരണം. ഷീ നോട്ട് ലൈക്സ് എന്താണ്? അത് തെറ്റാണ് അല്ലെ? അത് തെറ്റാണ്. ഇപ്പൊ ഷീ ഈസ് നോട്ട് ലൈക്ക്, കണ്ടോ? ഇതൊക്കെ എന്താണ്? മിസ്റ്റേക്ക് ആണ്. അപ്പൊ ശരിക്കും ഗ്രാമർ നമ്മളിങ്ങനെ പറയുന്നില്ല എന്നല്ല, പക്ഷെ ശരിക്കായിട്ടുള്ള ഗ്രാമർ യൂസ് ചെയ്യുന്നത് ഷീ ഡസൻറ്റ് ലൈക്ക് പിസ. അപ്പൊ അവിടെ ഷീക്ക് പകരം ഇവിടെ ഐ ആണെങ്കിൽ ഇത് കറക്റ്റ് ആണ് അല്ലെ? ഐ ഡോണ്ട് ലൈക്ക് പിസ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഇത് ഡിഗ്രി ലെവലിൽ നടന്ന ഒരു എക്സാമിന്റെ SI ഓഫ് പോലീസ്, അതുപോലെ RFO എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ നടന്ന എക്സാം ആണ്. 70 kilograms dash more than anyone can lift easily. 70 kilograms. നമ്മളിപ്പോൾ 70 kilogram എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ഫോം ആണോ പ്ലൂറൽ ഫോം ആണോ വരിക? സിംഗുലർ ഫോം തന്നെയാണ് അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ 70 kilogram എന്ന് പറയുമ്പോൾ 70, അപ്പൊ 70 എണ്ണം അല്ലെ? 70 കിലോ. അപ്പൊ പ്ലൂറൽ എന്ന് പറയാൻ പാടില്ല ഒരിക്കലും. ഇങ്ങനെ 70 kilograms എന്നൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് തന്നെയാണ്? ഒരു സിംഗുലർ ഫോം തന്നെയുള്ള വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ. 70 kilograms is more than anyone can lift easily. She is elder. എൽഡറിന്റെ കൂടെ ഏതാണ് യൂസ് ചെയ്യുക? എൽഡർ കഴിഞ്ഞാൽ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? അത് മാത്രം ഇവിടെ മനസ്സിലാക്കിയാൽ മതി. എന്താണ്? C ആണ് അല്ലെ? എൽഡർ കഴിഞ്ഞാൽ എപ്പോഴും ടു. ദാൻ ഏതാണ്? ഓൾഡർ ആണ് കേട്ടോ. ഓക്കെ, ഓൾഡർ കഴിഞ്ഞാൽ എപ്പോഴും എന്താ യൂസ് ചെയ്യേണ്ടത്? ദാൻ യൂസ് ചെയ്യണം. ഓൾഡർ ദാൻ. എൽഡർ കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു ആണ്. Her youngest sister by 4 years. I am good at grammar. അതിനെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റൂ.
ഇത് തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ടാഗ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ഓഫ് ആക്കി ഇതൊക്കെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ നെഗറ്റീവ് ടാഗ് നോക്കൂ. ആമിൻറ്റൈ എന്ന് പറയോ? ഇല്ല അല്ലെ. ആമിൻറ്റൈ എന്ന് പറയോ? പറയില്ല. ആറിൻറ്റൈ ആണ് യൂസ് ചെയ്യുക കേട്ടോ. 73ാമത്തെ ആൻസർ സി ആണ്. ആറിൻറ്റ് ഐ. ഒരിക്കലും ആമിൻറ്റൈ എന്ന് പറയില്ല, തെറ്റാണ് കേട്ടോ. ആമിൻറ്റൈ എന്ന് ഒരിക്കലും യൂസ് ചെയ്യരുതേ. ആറിൻറ്റൈ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. അതിന് ഡയറക്റ്റ് സ്പീച്ച് ആണ്, അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. ഹി സെഡ് അല്ലെ. ഹി സെഡ് ഐ വിൽ റിട്ടേൺ ദിസ് ബുക്ക് ടുമാറോ. ഇവിടെ സെഡ് ആണ്, പറഞ്ഞു കഴിഞ്ഞു, പാസ്റ്റിലുള്ള ഫോം ആണ്. അപ്പൊ ഈ വരുന്ന സെന്റൻസും എന്തായിരിക്കണം? റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പാസ്റ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ആദ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കുക, എലിമിനേറ്റ് ചെയ്തിടുക, ആൻസറിലേക്ക് എത്തുക. ഇതാണ് ഇവിടെ ഏറ്റവും നല്ല മാർഗം. ഹി സെഡ് ആണ്, പറഞ്ഞു കഴിഞ്ഞു, പാസ്റ്റിലുള്ള ഫോം ആണ്. അപ്പൊ ഈ സെന്റൻസും എന്തായിരിക്കണം? പാസ്റ്റിലുള്ള ഫോം ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാ വില്ല് തന്നെ വീണ്ടും യൂസ് ചെയ്യാ പറ്റുമോ? പറ്റില്ല. കണ്ടോ? ഇങ്ങനെ അപ്പൊ തന്നെ ബി ക്യാൻസൽ ചെയ്തിട്ടു. ഇനി ആൻസറിലേക്ക് നമ്മൾ എത്താം. എന്താ വരിക? എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഹി പ്രോമിസ്ഡ് അല്ലെ. ഹി പ്രോമിസ്ഡ് ദാറ്റ്. ഹി പ്രോമിസ്ഡ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? ദാറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യണം. ഇവിടെ ദാറ്റ് ഉണ്ടോ? ഇല്ല. ദാറ്റ് ഫോം ഉണ്ടോ? ഇല്ല. ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദിസ് പോയിട്ട് എന്താകണം? ദാറ്റ് ആകണം. ദിസ് പോയിട്ട് ദാറ്റ് ആകണം. ബുക്ക് ദ നെക്സ്റ്റ് ഡേ. ടുമാറോ എന്ന് പറയുമ്പോൾ നാളെയാണ് അല്ലേ. നമ്മൾ നാളത്തെ ദിവസം എന്ത് പറയുന്നത്? നെക്സ്റ്റ് ഡേ അല്ലേ. അത് എന്ത് പറയാം? നെക്സ്റ്റ് ഡേ. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാം. മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയൊക്കെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നു ആ രീതികളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹി സെഡ് പാസ്റ്റിലുള്ള ഫോം ആണ്, തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോഴും പാസ്റ്റ് ഫോം ആണ് പറഞ്ഞു. നമ്മളെ വേഗം ബി ക്യാൻസൽ ചെയ്തു. ഓക്കെ, അങ്ങനെ ബി പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ദിസ് പോയിട്ട് നമുക്ക് അറിയണം ദാറ്റ് ആകണം എന്നുള്ളത് അറിയാം. ഓക്കെ, ഇതിൽ എവിടെയെങ്കിലും ദിസിന് ദാറ്റ് ആക്കിയിട്ടുണ്ടോ മക്കളെ? ഇവിടെ എവിടെയെങ്കിലും ദിസിൽ ദാറ്റ് ആക്കിയിട്ടുണ്ടോ? ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലെ, ഈ ഒരു ദാറ്റ് എന്ന് മാത്രം അല്ലേ. അതേപോലെ നമുക്കറിയാം ടുമാറോ എന്നുള്ളത് അതേപോലെ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ. നെക്സ്റ്റ് ഡേ എന്ന് യൂസ് ചെയ്യണം. അപ്പൊ തന്നെ ദാറ്റ് ടുമാറോ പോയി. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇവിടെ നോക്ക്, ഇവിടെ എവിടെയെങ്കിലും ദിസിന് ദാറ്റ് ആക്കിയിട്ടുണ്ടോ? ഇല്ല. കണ്ടോ? ആൻസറിലേക്ക് വേഗം എത്തി. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഏതാ ഫോണിക്സിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്? ഫോണിക്സ് നമ്മൾ പറയും അല്ലേ. എ ആണ് കേട്ടോ. ഫോണിക്സ് ആണ് കേട്ടോ. ഫോണിക്സ് നമ്മൾ പറയും. പക്ഷെ ഫോണിക്സ് എന്ന് പറഞ്ഞ് തന്നെ പഠിക്കാം കേട്ടോ. NIX ആണ് കേട്ടോ. NI ആണ് ഫോണിക്സ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. നന്നായിട്ട് നിങ്ങൾ ചെയ്യൂല്ലേ. ഞാൻ എത്ര ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാറുണ്ട് അല്ലേ. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തരും. കാരണം അതിന്റെ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ പെട്ടെന്ന് കിട്ടും അല്ലേ. ഹാഡ് കഴിഞ്ഞ V3 ഫോം വന്ന വുഡ് ഹാവ് ആണെന്നുള്ളത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഹാഡ് കഴിഞ്ഞു V3 ഫോം വന്നു. ഇവിടെ V3 വന്നു. സ്റ്റഡീഡ് അല്ലേ. സ്റ്റഡീഡ് അല്ലേ. അപ്പൊ എന്താ? വുഡ് ഹാവ് പാസ്ഡ് പെട്ടെന്ന് എത്തിയില്ലേ. 76 ഡി ആണ്. കിഡ്സ് ആർ ഫോണ്ട് ഡാഷ് ഗെയിംസ്. ഫോണ്ട് കഴിഞ്ഞാൽ ഏതാണ് പ്രിപ്പോസിഷൻ വരിക? ഫോണ്ട് കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഫോണ്ട് ഓഫ്. ഇതിനിങ്ങനെ ചെയ്താൽ മതി. ഉണ്ടോ? FO എന്നുള്ളതിൽ തിരിച്ചിട്. ഓഫ്. അത് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഫോണ്ട് കഴിഞ്ഞാൽ എപ്പോഴും വരുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഫോണ്ട് ഓഫ്. ഓക്കെ. The idiom a red letter day mean. Red letter day എന്താ? Red letter day. Very important day അല്ലേ. A very important day ആണ് കേട്ടോ. Very important day ആണ്. ഇത് ഡിലീഷൻ ആണ് കേട്ടോ. The word scapegoat means. scapegoatന്റെ മീനിങ് എന്താണ്? scapegoat മീനിങ് പറയൂ. ഇതാണ് ഡി ആണ് കേട്ടോ. എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ എൽസ് റോങ്സ്. എ പേഴ്സൺ ബ്ലെയിംഡ് ഫോർ സംവൺ. എന്താണ്? ഒരു വ്യക്തിയിലെ എന്താണ്? ബ്ലെയിംഡ് ഫോർ സംവൺ എൽസ് റോങ്സ്. എന്താണ്? സ്കേപ്ഗോട്ട്. ഓപ്പോസിറ്റ് ഓഫ് എക്സ്ട്രാവഗന്റ്. പെട്ടെന്ന് ചെയ്യും അല്ലേ. നമ്മൾ പഠിച്ചതാണ്. എക്സ്ട്രാവഗന്റിന്റെ ഓപ്പോസിറ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താ? thrifty ആണ് അല്ലേ. എക്സ്ട്രാവഗന്റ് എന്താണ്? thrifty. എക്സ്ട്രാവഗന്റിന്റെ ഓപ്പോസിറ്റ് thrifty. The expression synchrone means. ഇതെല്ലാം കണ്ടോ? ഇത് ഡിഗ്രി നിലവാരത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് പോയ ഒരു ഉദ്യോഗാർത്ഥിക്ക്
ഇപ്പൊ ഇത്ര നേരം ചെയ്തതിൽ ഇപ്പൊ നമ്മൾ എത്ര ചെയ്തു? അവിടെ 10 ചെയ്തു. ഇത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 10 മാർക്ക് ഈ ക്വസ്റ്റ്യൻ വരയ്ക്ക് തന്നെ ഒരു 10 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഞാൻ അത് ഉറപ്പ് പറയണം. ഒരിക്കലും ഞാൻ പറഞ്ഞു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു എന്റെ ക്ലാസ് കണ്ടു പോയാൽ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കാര്യത്തിൽ ഞാൻ പറയും. കാരണം അത്രയും ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ക്ലാസ്സുകൾ ഇട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ തന്നെ കാണും. എക്സ്ട്രാവഗന്റ്, ത്രിഫ്റ്റി പഠിപ്പിച്ചെന്നാണ്. സൈൻ ക്വാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഞാന്? സൈൻ ക്വാൻ എന്താ? എസെൻഷ്യൽ കണ്ടീഷൻ അല്ലേ? എസെൻഷ്യൽ കണ്ടീഷൻ ആണ് സൈൻ ക്വാൻ. ചൂസ് ദി കറക്റ്റ് സെന്റൻസസ്. തന്നിട്ടുള്ള ഗ്രാമർ ഉപയോഗിച്ചിട്ട് കറക്റ്റ് സെന്റൻസസ് നോക്കൂ. ഇതാണ് ബി ആണ് അല്ലേ? ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. ഓക്കെ, എന്താണ്? ഹി ഹാസ് ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവൻ എന്ത് ചെയ്യാണ്? എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? 2 മണിക്കൂറായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്താണ്? എഴുതിക്കൊണ്ട് ഇരിക്കുകയാണ്. Find the passive voice of when did you buy the boat? പാസീവ് ഫോമിലേക്ക് മാറ്റണം. ഇതെന്താണ്? ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലേക്ക് മാറ്റണം. when did you buy the boat? ഏതാണ് ആൻസർ വരിക? ബി ആണ് കേട്ടോ. when did എന്താണ്? ഒരു പാസ്റ്റ് ഫോം ആണ് അല്ലെ? വാസ് ഫോം ആണ് അല്ലെ? ഒരു പാസ്റ്റ് ആണ്. ഡിഡ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റ് ആണ്. അപ്പൊ ഏത് ഫോം യൂസ് ചെയ്യണം? ഡിഡ് വാസ് അല്ലെ? വാസ് ഡിഡ് വാസ് എപ്പോഴും കണക്ട് ആണ് കേട്ടോ. when was the boat എന്താണ്? ബോട്ട് അല്ലേ? ഇത് വാങ്ങിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് ഈ ബോട്ട് പറയുന്നത്. when was the boat bought. Choose സിംഗുലർ. ഡാറ്റയുടെ സിംഗുലർ എന്താ? അപ്പൊ ഡാറ്റ എന്താ? പ്ലൂറൽ ആണ് അല്ലേ? ഡാറ്റ പ്ലൂറൽ ഫോം ആണ്. അപ്പൊ ഇതിന്റെ സിംഗുലർ ഫോം എന്താ? ഡാറ്റം അല്ലേ? യും വന്നു കഴിഞ്ഞാൽ US ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്? സിംഗുലർ ഫോം ആണ് കേട്ടോ. US UM ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും സിംഗുലർ ഫോം ആയിരിക്കും. There is little water in the glass. mean there is little water. little എന്ന അർത്ഥം എന്താണ്? നെഗറ്റീവ് വാക്കാണ് അല്ലെ? ഇല്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ. ലിറ്റിൽ പറയുമ്പോൾ കുറച്ച് വാട്ടർ ഗ്ലാസ്സിൽ ഉണ്ട് എന്നല്ല, ഇല്ല എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ലിറ്റിൽ ആണെങ്കിൽ എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ് കേട്ടോ. അപ്പൊ ഇല്ല എന്ന അർത്ഥത്തിൽ ഏത് വരും? ബി ആണ് കേട്ടോ. there is very little water in the എന്താണ്? in the glass. there is little water in the glass means there is very little water in the glass. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ഡിലീഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതില് the phrasal verb put off എന്താ? മാറ്റിവെക്കുക എന്ന അർത്ഥത്തിൽ അല്ലെ? മാറ്റിവെച്ചു. അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിന്റെ ഡേറ്റ് മാറ്റുക എന്ന് പറയില്ലേ? എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെ? the postpone, to postpone something. it may take time to dash to new situation. it may take time to dash to new situation. ഏതാണ്? അഡോപ്റ്റ്, അഡപ്റ്റ്, അഡാപ്റ്റ്, അക്സെപ്റ്റ്. സി ആണ് കേട്ടോ. അഡാപ്റ്റ്. ഇറ്റ് മേ ടേക്ക് ടൈം ടു അഡാപ്റ്റ് ടു ന്യൂ സിറ്റുവേഷൻസ്. കിരൺസ് പെൻ വാസ് ഡാഷ് ദാൻ കഴിഞ്ഞ ദാൻ ദാറ്റ് ഓഫ് അരുൺ. നമ്മൾ നേരത്തെ ഓൾഡർ പഠിച്ചു അല്ലേ? ഓൾഡർ ദാൻ എന്ന് പഠിച്ചു. ഇനി അതേപോലെ ഇവിടെ ഏത് ദാൻ വരും? വേഴ്സ് ദാൻ ആണ് കേട്ടോ. വേഴ്സ് ദാൻ ആണ്. വേഴ്സസ്റ്റ് പറയില്ല, കാരണം ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ആണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിന്റെ കൂടെ ദാൻ യൂസ് ചെയ്യില്ലല്ലോ. ദാൻ യൂസ് ചെയ്യില്ല. അപ്പൊ വേഴ്സ് ദാൻ ഇതെന്താ? ഒരു കമ്പാരിറ്റീവ് ഫോം ആണ് കേട്ടോ.
ഇത് കമ്പാരിറ്റീവ് ഫോം ആണ്. വേഴ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഫോം ആണ്. അതുകൊണ്ടാണ് ദാൻ യൂസ് ചെയ്തത്. ദ ട്രെയിൻ ഡാഷ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ആഹാ, എത്ര ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അല്ലേ? ഹാഡ് ലെഫ്റ്റ് അല്ലേ? 90ാമത്തെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. സി ആണ്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് വെൻ ഹി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. Change the following into indirect speech. തന്നിട്ടുള്ള സെന്റൻസിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റൂ. The teacher said the earth revolves around the sun. The teacher said, ടീച്ചർ പറഞ്ഞു, the earth revolves around the sun. അല്ലെ, സൂര്യന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്താണ്? എന്താണ്? ഒരു പരമമായ സത്യമാണ് അല്ലേ? ഒരു ട്രൂത്ത് ആണത്. അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാനായിട്ട് പറ്റില്ല. കേൾക്കുന്നുണ്ടോ? ഈ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രപഞ്ച സത്യമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും ഗ്രാമറിൽ നമ്മൾ ഇതിങ്ങനെയൊന്നും മാറ്റാൻ പറയുമ്പോൾ അതിനെ ഒന്നും ഹാഡും ഹാസും ഹാവും വാസും ഈസും വെച്ചിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റാൻ പാടില്ല. അത് അതേ ഫോമിൽ തന്നെ എഴുതണം കേട്ടോ. ഏത് ആൻസർ വരിക? സി ആണ് കേട്ടോ. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. അത് അതേ ഫോമിൽ തന്നെ എഴുതുക. ഫൈൻഡ് ദി എറർ ആൻഡ് റൈറ്റ് ദി കറക്റ്റ് സെന്റൻസസ്. ഇതിൽ തന്നിട്ടുള്ള സെന്റൻസിൽ എറർ കണ്ടോ? ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദി കറക്റ്റ് സെന്റൻസസ്. തെറ്റുകൾ തിരുത്തിയിട്ട് താഴെ തന്നിട്ടുള്ള കറക്റ്റ് സെന്റൻസ് ഏതാ? ബി ആണ് കേട്ടോ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. ഐ ഹാവ് ബീൻ 2019 മുതൽ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. ഇനിയിപ്പോ ഐക്ക് പകരം ഹി ആണെങ്കിൽ എന്ത് ചെയ്യണം? ഹി ഹാസ് ബീൻ. അല്ലെങ്കിൽ ഷീ ആണെങ്കിലോ ഷീ ഹാസ് ബീൻ. ഓക്കെ. പിക്ക് ദി കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രീസ് സെന്റൻസസ്. തന്നിട്ടുള്ളതിൽ കറക്റ്റ് കമ്പാരിറ്റീവ് ഫോം യൂസ് ചെയ്യുക. പെട്ടെന്ന് പറ്റും അല്ലേ? ഫാസ്റ്റ് എന്താ? പോസിറ്റീവ് ഡിഗ്രി ആണ് അല്ലെ? ഫാസ്റ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഫാസ്റ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഇനിയോ ആസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഡിഗ്രി ആണ്. ഓക്കെ. അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടോ? ഫാസ്റ്റർ ദാൻ. ഇതാണ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ? പെട്ടെന്ന് കണ്ടുപിടിക്കാതില്ലേ? ഫാസ്റ്റ് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റ് ദാൻ എന്ന് യൂസ് ചെയ്യും മക്കളെ. ദാൻ കണ്ടിട്ട് വേഗം പോയിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതരുത് കേട്ടോ. ഇവിടെ ഫാസ്റ്റ് ആണ്. അത് എന്ത് ഡിഗ്രിയാ? ഇത് ഏത് ഡിഗ്രിയാ? പോസിറ്റീവ് ഡിഗ്രി ആണ്. ഇവിടെ ഫാസ്റ്റസ്റ്റ് എന്നുണ്ട്. ഇവിടെ ദാൻ കണ്ടിട്ട് വേഗം പോയി എഴുതരുത്. ഇവിടെ നോക്കണം, ഫാസ്റ്റസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഇവിടെ നോക്ക്, ആസ് എന്നുള്ള ഫോം ഒക്കെ വരുന്നത് പോസിറ്റീവ് ഡിഗ്രിയിലാണ്. ഇവിടെയാണ് ഏത് വരുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രി. Add suitable question tag to the following sentences. Let us go for a walk. Let us. വേഗം ഇതിനെ അടി കിട്ടും അല്ലെങ്കിൽ കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ള എത്ര മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് 100% നമ്മുടെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല എഫേർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, അത്രയും സ്നേഹം നിങ്ങൾ എന്നിൽ നിന്നും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യും. അത്ര ഉപകാരമാണ് ഇംഗ്ലീഷും മലയാളം ക്ലാസ്സുകൾ എന്നുള്ളത് കേട്ടോ. അത് താഴെ നിങ്ങൾക്ക് കമന്റുകൾ, വിലയേറെ കമന്റുകൾ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് തന്നെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഇതിലൂടെയൊക്കെ കടന്നു പോയതാണ്. ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആണോ? അല്ല, 80 ക്വസ്റ്റ്യൻ പേപ്പറോളാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും. അപ്പൊ അത്രയും റിസൾട്ട് ഇതിൽ കിട്ടും. Let us go, let us, shall we ല്ലേ? 94ാമത്തെ ആൻസർ ഏതാ? shall we. let us വന്നു കഴിഞ്ഞാൽ let us വന്നു കഴിഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് shall we എന്നായിരിക്കും. Complete the sentences by adding a suitable word given below. If she had studied harder, കണ്ടോ? had കഴിഞ്ഞു, V3 ഫോം വന്നു, would have വരണം. ഇവിടെ എന്തായിരിക്കണം? would have എന്നായിരിക്കണം. പഠിച്ചില്ലേ? 95C. She would have passed the exam. Select the sentences with the correct collective noun. തന്നിട്ടുള്ളതിൽ കറക്റ്റ് കളക്റ്റീവ് നോൺ ഏതാ? ലയൺ തന്നിട്ടുണ്ട്, ഇവിടെ കൗ തന്നിട്ടുണ്ട്, ബേർഡ് തന്നിട്ടുണ്ട്, ഫിഷ് തന്നിട്ടുണ്ട്. ഇവിടെ ലയൺ അല്ലേ? 96ാമത്തെ ആൻസർ ഇത് വരും എ ആണ് അല്ലേ? പ്രൈഡ് ഓഫ് ലയൺ വരും അല്ലേ? പ്രൈഡ് ഓഫ് ലയൺ അല്ലേ? പ്രൈഡ് ഓഫ് ലയൺ. ഫിഷ് ഒക്കെ എന്താ? സ്കൂളാണ് അല്ലേ? സ്കൂളിലേക്ക് പോകുമ്പോൾ സ്കൂൾ ഓഫ് ഫിഷ് എന്നല്ലേ നമ്മൾ പറയാ? സ്കൂളിലേക്ക് പോകുമ്പോൾ മീൻ വറുത്തതൊക്കെ നമ്മൾ കൊണ്ടുപോകും അല്ലേ? Choose the correct one word substitute. A person who doesn't believe in the existence of God അല്ലേ? ഗോഡ്, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവല്ലേ? ആരാ? atheist. Choose the antonym of the abundant. ചെയ്യണേ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. 98ാമത്തെ എന്താണ്? സ്കാൻറ്റി അല്ലേ? abundant എന്താണ്?
scanty, abundant, scanty. Okay. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് പറയുന്നത് ഇപ്പൊ നമ്മൾ എടുത്ത ഈ ഡിഗ്രി നിലവാരത്തിൽ നടന്ന ക്വസ്റ്റ്യന് എന്ത് ചെയ്തിട്ടില്ല എന്നറിയാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്താണ് ആൻസർ പോലും ഞാൻ നോക്കിയിട്ടില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. നമ്മൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത വ്യക്തികളല്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ. ചെയ്തിട്ട് ഞാൻ നോക്കി കറക്റ്റ് ആണോ ആൻസർ, നമ്മൾ അതൊന്നും നോക്കണല്ലോ. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ അബൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സമൃദ്ധമായ എന്ന അർത്ഥത്തിലാണ് കേട്ടോ. സമൃദ്ധമായ. അപ്പൊ എല്ലാത്തതില് വളരെ ചുരുങ്ങിയത് എന്ന അർത്ഥത്തിലാണ് സ്കാൻഡി. നെക്സ്റ്റ് വൺ, ചൂസ് ദി കറക്റ്റ് സ്പെല്ലിംഗ്. മിസലേനിയസ്. മിസലേനിയസ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ? എ ആണ് കേട്ടോ. MIS മിസ് ചെയ്ത ഫസ്റ്റ് മിസ് കൊടുക്കുക, ഒരു എസ്സേ ഉള്ളൂ കേട്ടോ. പിന്നെ സെല്ല്, നമ്മുടെ ബാറ്ററി സെല്ലില് അത് കൊടുക്കുക. പിന്നെ ആർട്ടിക്കിളായ ആൻ കൊടുക്കുക, പിന്നെ EOUS. ഓക്കെ, EOUS ഇങ്ങനെ കറക്റ്റ് വേറിട്ട് പഠിക്കുക കേട്ടോ. MIS കൊടുക്കുക, പിന്നെ നമ്മൾ ബാറ്ററി സെല്ല് കൊടുക്കുക, ആർട്ടിക്കിളായ ആൻ കൊടുക്കുക, പിന്നെ EOUS. Fill in the blank. The minister presided dash the meeting. Presided, minister presided തീരുമാനം അല്ലേ. എന്താണ്? The meeting. ഏതാണ് പ്രിപ്പോസിഷൻ വരിക? എ ആണ് കേട്ടോ. The minister presided over the meeting. The minister presided over the meeting. ഇത് നമ്മുടെ ഈ അടുത്ത് നടന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 68/2025. ചൂസ് ദി കറക്റ്റ് ആൻസർ. Christians go to church every Sunday. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യണം. Go to ഇതിനെ എടുക്കണം കേട്ടോ. Go to എന്ന് പറയുമ്പോ എന്ത് വരും? ബി അല്ലേ, ഡോണ്ട് ആണ് അല്ലേ. ഡോണ്ട് ദേ. Go to എന്ന് പറയുമ്പോ എന്താണ്? ഡോണ്ട് ദേ. ഇപ്പൊ ഗോസ് ആണെങ്കിലോ doesn't വരും അല്ലേ. doesn't they എന്ന അർത്ഥത്തില് വരും. My brother is interested dash reading science fictions. My brother is interested in അല്ലേ. My brother is interested in reading science fictions. I have been living in this house. ഈ വീട്ടില് എന്താണ് ലാസ്റ്റ് 10 വർഷമായിട്ട് ഞാൻ ഇവിടെ താമസിച്ചു വരികയാണ്. ഇപ്പോഴും താമസിച്ചു വരുന്നുണ്ട്. കണ്ടോ, നേരത്തെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നേരത്തെ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ലേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ? 4 അല്ലേ. I have been living in this house for the last 10 years. If you study well, you ഇവിടെ സ്റ്റഡി അല്ലേ ഒക്കെ V1 ഫോം ആണ് അല്ലേ. V1 ഫോം ആണ്. നമുക്ക് ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ് നമ്മൾ വുഡ് ഹാവ് ഒക്കെ ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ്? സ്റ്റഡി വെൽ ആണ്. V1 ഫോം ആണ്. വില്ലാണ് വരിക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. വൺ ഓഫ് ദ ബോയ്സ്. ഓഫ് ഇങ്ങനെ വൺ ഓഫ് ദ എന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ എപ്പോഴും ഇവിടെ ബോയ്സ് ആണ്, പ്ലൂറൽ ആണ് കണ്ടിട്ട് എഴുതരുത് കേട്ടോ. ഇവിടെ വണ്ണ് ഒരൊറ്റ ആളേ ഉള്ളൂ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡി ആണ് കേട്ടോ. വൺ ഓഫ് ദ ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. I dash Mumbai last year എന്നൊക്കെ വരുമ്പോ എന്താ ചെയ്യാ? ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ എന്നൊക്കെ വരുമ്പോൾ ബി ആണ് അല്ലേ. വിസിറ്റഡ് കേട്ടോ. വിസിറ്റഡ്. ഇങ്ങനെ ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ എന്ന് ചേർക്കുമ്പോൾ എപ്പോഴും പാസ്റ്റ് ഫോമിലുള്ള സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. അതിന്റെ കൂടെ ഒരിക്കലും ഹാഡ്, ഹാവ് ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. I visited Mumbai last year. I dash my new dress on my birthday. ധരിക്കുക, ഡ്രസ് ധരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നത് ഏതാണ്? ഡ്രസ് ആണ് അല്ലേ. മൈ ബർത്ത്ഡേ അല്ലേ. അപ്പൊ ഡ്രസ് ധരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബ് പുട്ടില് ഏത് വരും? ഡി ആണ് കേട്ടോ. പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ വിയർ ആണ് കേട്ടോ. പുട്ട് ഓൺ എന്താണ്? വിയർ, ധരിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ഫ്രേസൽ വെർബാണ്. പുട്ടപ്പ് വിത്ത് എന്താ? ടോളറേറ്റ് അല്ലേ. ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിൽ വരുന്നതാണ് ടോളറേറ്റ്. പുട്ട് ഓഫ് എന്താ നമ്മൾ പറഞ്ഞ നേരത്തെ? പോസ്റ്റ് പോൺ, മാറ്റി വെക്കുക എന്ന അർത്ഥത്തിലാണ്. പുട്ടപ്പ് എന്താ? എക്സ്റ്റിംഗ്വിഷ് അല്ലേ. ദ ആന്റോണിയം ഫോർ എമേച്ചർ. എമേച്ചറിന്റെ ആന്റോണിയം ഓപ്പോസിറ്റ് പ്രൊഫഷണൽ അല്ലേ. എമേച്ചർ എന്താണ്? പ്രൊഫഷണൽ. കാരണം
ഇതൊക്കെ എടുത്തു തന്നിട്ടുണ്ട് ഞാൻ. ആന്റോണിയം വിഭാഗത്തിലെ എത്ര ആന്റോണിയം ആണല്ലേ, അതുപോലെ 77 ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള സിനോണിയംസ് മാത്രം ഇട്ടിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആന്റോണിയംസ് അതേപോലെ ആന്റോണിയം ചെയ്തു തന്നിട്ടുണ്ട്, ഇഡിയം ചെയ്തിട്ടുണ്ട്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. അമേച്ചറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രൊഫഷണൽ ആണ് കേട്ടോ. ഹി ഹാസ് ബീൻ എലക്ടഡ് ടു ദി നമ്മൾ കൗൺസിൽ എന്നൊക്കെ പറയും. ഏത് കൗൺസിലാ? ബി ആണ് കേട്ടോ, കൗൺസിൽ ആണ് കേട്ടോ. ഹി ഹാസ് ബീൻ എലക്ടഡ് ടു ദി കൗൺസിൽ. ദ സിനോണിം ഓഫ് അമിയബിൾ വരുന്ന മീനിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അമിയബിൾ എന്താണ്? ഫ്രണ്ട്ലി. അടുത്തത് 84/25 കേട്ടോ. വുമൺ ഫയർ റെസ്ക്യൂ ഓഫീസർ അതുപോലെ ഫയർമാൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ദ അസൈലന്റ് ആൻഡ് സെവറൽ പ്ലേസസ് ബിഫോർ ബീയിങ് അപ്രിഹെൻഡഡ് ബൈ ദി പോലീസ്. fill in the blank using suitable phrasal verb. ഇവിടെ കറക്റ്റ് phrasal verb ആണ് കൊടുത്തിരിക്കുന്നത്, ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് called at അല്ലേ. called at എന്താ? visit a place അല്ലേ. called at എന്താണ്? visit a place, സ്ഥലം അല്ലേ. visited a place ആണ്. ഓക്കെ. called on ആണ് visit a person. The assailant called at several places. ഇവിടെ places എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം കേട്ടോ, called at ആണ്. Before being apprehended by the police. I would rather you dash indoors. Fill in the blank using the most suitable option. I would rather you കഴിഞ്ഞാൽ തന്നെ പിന്നെ ഏത് യൂസ് ചെയ്യണം? you didn't smoke അല്ലേ. you didn't smoke indoors. I would rather, would എന്നല്ലേ വന്നിരിക്കുന്നത്, would rather you didn't smoke indoors. The word deposition in legal context means identify the option which is closest meaning in the underlined word. depositionന്റെ സിനോണിയം ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സിനോണിയം അതിന്റെ കറക്റ്റ് മീനിങ് വരുന്നത് deposition. C ആണ് witness statement taken outside the court കേട്ടോ. witness statement taken outside the court ആണ് deposition. I will finish the task in no time. question tag ആണ്. I will finish the task in no time. എന്താണ്? ടൈം ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. question tag എന്താ? ടാഗ് ഏതാണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഏതാണ്? ഇവിടെ എന്താണ് ആൻസർ വരിക? വില്ല് പോയിട്ട് എന്താകണം? വോണ്ട് അല്ലെ. വില്ല് എന്താകണം? വോണ്ട്. വില്ലുമായിട്ട് എന്തായിട്ട് മാറണം? ക്വസ്റ്റ്യൻ ടാഗില് വോണ്ട് ഐ. The defense counsel was prevented dash submitting additional evidence dash the trial using most suitable set of preposition. prevented കഴിഞ്ഞാൽ ഏത് വരും? prevented from submitting additional evidence during the trial അല്ലേ. ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലേ. during the trial. The defense counsel was prevented from submitting additional evidence during the trial. One word substitute. The killing of women and girls because of their gender. The killing of women and girls because of their gender. അവരുടെ ജെൻഡർ തന്നെ അല്ലേ കൊല്ലുന്ന ഒരു അവസ്ഥ. എന്താണ്? ഫെമിസൈഡ് ആണ് കേട്ടോ. എന്താണ്? ഫെമിസൈഡ് ആണ് കേട്ടോ. ഫെമിസൈഡ് ഫീമെയിൽ തന്നെ അങ്ങനെ നമ്മൾ ഫീമെയിൽ എന്നല്ലേ പറയുക. അതായത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അല്ലെ കൊല്ലുക എന്ന, അതായത് അവരുടെ ജെൻഡർ തന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഫീമെയിൽ എന്ന അർത്ഥത്തില് ഫെമിസൈഡ്. കംപ്ലീറ്റ് ദ കോമ്പിനേഷൻ യൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓപ്ഷൻ. ബോർസോ നമ്മറിയാം. ബോർസോ. അപ്പൊ ഗാൻഡർ എന്താ? ഗാൻഡർ ഗൂസ് അല്ലെ. ബോർസോ പഠിച്ചോണേ. ഇത് പ്രീവിയസ് ആണ് കേട്ടോ. ഇത് മാത്രമായിട്ട് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ബോർസോ ഗാൻഡർ ഗൂസ് ആണല്ലോ അല്ലെ. ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട്. ശരിയാണ് കേട്ടോ. ഗാൻഡർ ഗൂസ് ബോർസോ. Who is organizing the charity event for the next week? Turn into passive voice. Next week എന്തായിട്ട് next week നോക്കണം കേട്ടോ. അവിടെ ഓരോന്ന് ചെയ്ത് നോക്കണേ. Who is organizing the charity event for the next week?
ആൻസർ ഡി ആണ് കേട്ടോ. എപ്പോഴും പാസീവ് ഫോമിൽ വരുന്ന സെന്റൻസ് ആക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ഹൂ ആണെങ്കിൽ, ഹൂലാണ് ശ്രദ്ധിക്കണേ, ഡയറക്റ്റ് സ്പീച്ചിൽ സോറി ആക്റ്റീവ് വോയിസിൽ ഹൂ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ബൈ ഹും ആയിരിക്കണം. ഓക്കെ ആണോ? ബൈ ഹുമിൽ സ്റ്റാർട്ട് ചെയ്യണം. ഹൂ ആണെങ്കിൽ ബൈ ഹും, ഹൂ ആണെങ്കിൽ ബൈ ഹും. അപ്പൊ തന്നെ ഇത് ഡിലീറ്റ് ചെയ്തൂടെ? ബൈ ഹും പിന്നെ എന്താ? ബൈ ഹും ഈസ്, അത് അതേപോലെ എഴുതിയില്ലേ? ഈസ് ദ ചാരിറ്റി ഈവന്റ് പിന്നെന്താ? ING ഫോം ആയതുകൊണ്ട് തന്നെ ബീയിങ്, ING ഫോം വന്നാൽ നമുക്ക് അറിയാം അല്ലേ? അടുത്തത് എന്ത് ചെയ്യണം? ബീയിങ് ഫോമിൽ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? പാസ്റ്റ് ഫോമിൽ എഴുതണം. ഓർഗനൈസ്ഡ് ഫോർ ദി നെക്സ്റ്റ് വീക്ക്. ഇത് പെട്ടെന്ന് ഇതിൽ ആൻസറിലേക്ക് കണ്ടെത്താം അല്ലെ? വീണ്ടും അതേപോലെ ബീയിങ് ഓർഗനൈസ്ഡ് കണ്ടോ? ഇവിടുന്ന് ശ്രദ്ധിക്കണം. ബൈ ഹൂം ഈസ് ദ ഇവിടെ ഓക്സിലറി വെർബ് വരണം കണ്ടോ? ഇതാണ് ഇവിടെ മിസ്റ്റേക്ക് കണ്ടോ? ബൈ ഹൂം കഴിഞ്ഞിട്ട് തന്നെ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം കേട്ടോ. ബൈ ഹൂം കഴിഞ്ഞതും ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. അതൊരു റൂൾ പഠിച്ചു വെച്ചോ. ഹൂയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഹൂം ആയിരിക്കണം. നെക്സ്റ്റ് ഓക്സിലറി വെർബ്. ബൈ ഹൂം ഈസ് ദ ചാരിറ്റി ഈവന്റ് ബീയിങ് ഓർഗനൈസ്ഡ് ഫോർ ദി നെക്സ്റ്റ് വീക്ക്. Their discussion always entered in disagreement. Antonium, disagreement ന്റെ antonium. Opposite, disagreement. ഏതാണ്? കോൺസെൻസസ് ട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചത് ഇതിന്റെ സ്പെല്ലിങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇതല്ലേ പഠിച്ചത്? സ്പെല്ലിംഗ് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോൺ പഠിക്കുക, സെന്ന് പഠിക്കുക, SUS അല്ലേ? എങ്ങനെയല്ലേ കോൺസെൻസസ് അല്ലേ? ഡിസഗ്രിമെന്റ് എന്താണ്? കോൺസെൻസസ്. ഈവൻ ദോ I was a beginner in this field അല്ലേ? ഞാൻ ഈ ഫീൽഡിൽ ബിഗിനർ ആയിരുന്നാലും there had been my friend to show me the ropes. Underlined idiom ആണ്. To show me the ropes. Idiom. To show me the ropes. To show me the ropes. Idiom. To teach or guide someone, especially in a new job. അല്ലേ? അതായത് എന്താണ്? മൈ ഫ്രണ്ട് എന്ത് ചെയ്തു? അവനെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്തു? ടീച്ച് ചെയ്യാനും ആ ജോലിയുമായി ബന്ധപ്പെട്ട് ഗൈഡ് ചെയ്യാനും ഒക്കെ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ? പുതിയ ജോബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ടു ഷോ മീ ദ റോപ്സ് എന്താണ്? ടു ടീച്ച് ഓർ ഗൈഡ് സംവൺ എസ്പെഷ്യലി ഇൻ എ. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 83/25 ആണ്. സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ആണ് കേട്ടോ. നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ. കറക്റ്റ് ആർട്ടിക്കിൾ ചേർത്തിട്ട് ചെയ്യണേ. ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഷീ ഈസ് സ്റ്റഡിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദി വേൾഡ്. അപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡുമാണ് യൂണിവേഴ്സിറ്റിയെ പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ യൂണിവേഴ്സിറ്റി അല്ലേ? ദ യൂണിവേഴ്സിറ്റി ഇൻ വിച്ച് ഷീ ഈസ് സ്റ്റഡിയിങ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ് സെന്റൻസസ്. കറക്റ്റ് നോക്കണേ. വൺ ഓഫ് കഴിഞ്ഞാൽ വണ്ണ് എന്നുള്ള മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏത് ഫോം ആയിരിക്കണം? സിംഗുലർ ഫോമിൽ ആയിരിക്കണം അല്ലേ? One of the students. ഏത് വരും? ബി വരും അല്ലേ? വൺ ഓഫ് ദ സ്റ്റുഡൻസ്. എപ്പോഴും വൺ ഓഫ് ദ കഴിഞ്ഞാൽ കണ്ടോ? സ്റ്റുഡൻസ് ഒരു പ്ലൂറൽ ഫോം ആയിരിക്കും കേട്ടോ. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം സ്റ്റുഡൻസ് ഇല്ലേ? വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് സ്കോർസ്. കണ്ടോ? സ്കോർസ് സിംഗുലർ ഫോം ആണ് അല്ലേ? ഫുൾ മാർക്സ്. സ്കോർ എന്ന് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചൂസ് കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. തന്നിട്ടുള്ള 4 സെന്റൻസ് വന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്, സെന്റൻസിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് കൊടുത്തത് ഏതാണ്? നമുക്കറിയാം ഇവിടെ ലെറ്റസ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഷാൾ ബി വരണം. തെറ്റാണ്. ഇവിടെ ഷുഡിന്റ് ബി വന്നിരിക്കുന്നു അല്ലേ? അത് തെറ്റിട്ടോ. പിന്നെ നോ വൺ ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. എങ്ങനെയാണ്? നോ വൺ എന്ന് പറഞ്ഞു,
തന്ന് സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആകണ്ടേ, ഇവിടെ നെഗറ്റീവ് ടാഗ് വന്നിരിക്കണം, തെറ്റിട്ടു അല്ലേ. ഷീ സെൽഡം, സെൽഡം പറഞ്ഞെന്താ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലേ. പിന്നെ എന്തിനാ ഇവിടെ വീണ്ടും നെഗറ്റീവ് ടാഗ് ഇട്ടിരിക്കുന്നത്, ടാഗ് പോസിറ്റീവ് ആകണ്ടേ, തെറ്റിട്ടു. അപ്പൊ ആൻസർ ഏതാ, സി ആണ്. ഗെറ്റ് ഔട്ട് അല്ലേ, ഗെറ്റ് ഔട്ട് എന്തായിരിക്കും ടാഗ്, വിൽ യു. Which is the correct passive voice of the sentence? Ram is eating a mango. Eating കഴിഞ്ഞാൽ തന്നെ ചെയ്യണം, ing ഫോം തന്നിട്ടുണ്ട്, ing ഫോം വന്നു കഴിഞ്ഞാൽ തന്നെ ബീയിങ് ഇട്ടിട്ട് BEING ബീയിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, V3 അല്ലേ, പാസ്റ്റ് ഫോം എഴുതണം. ശ്രദ്ധിക്കണേ, പാസ്റ്റ് ഫോം എഴുതണം. അപ്പൊ നോക്കൂ, ഇവിടെ മാംഗോ വാസ് ഈറ്റൻ ബൈ, എന്താ അവിടെ ആൻസർ എന്താ ചെയ്യണം കേട്ടോ, നിങ്ങൾ ചെയ്യണേ. അപ്പോ എപ്പോഴും നമുക്കറിയാം ബീയിങ് പ്ലസ് ഈറ്റ് അല്ലേ. അപ്പൊ ഇവിടെ ബീയിങ് ഇവിടെ തന്നിട്ടുണ്ടോ, ബീയിങ് ഇല്ല. ഇവിടെ തന്നിട്ടുണ്ടോ, ബീയിങ് ഇല്ല. ഇവിടെ രണ്ടവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഈസ് ആണ്, ഇവിടെ എന്തിനാ വാസ്, ഇവിടെ വാസ് വേണോ, വേണ്ട അല്ലേ, വേണോ, വേണ്ട. അപ്പൊ സി, എ മാംഗോ ഈസ് ബീയിങ് ഈറ്റൻ ബൈ റാം അല്ലേ, എ മാംഗോ ഈസ് ബീയിങ് ഈറ്റൻ ബൈ റാം, അത് മാത്രം നോക്കിയാൽ മതി അല്ലേ. fill in the blanks with the correct phrasal verb of the word given in the bracket. The meeting was cancelled. Cancelled ഇല്ലേ, പറയാൻ വേഗം. അതിന്റെ phrasal verb cancel ചെയ്യുന്നുള്ളത് എന്താ, because of some personal issues of the manager. മീറ്റിംഗ് ക്യാൻസൽ ചെയ്യും അല്ലേ, ഒരു എന്താണ് ചില വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന കാരണത്താൽ. ഏതൊരു കോൾഡ് ഓഫ് അല്ലേ, ക്യാൻസൽ ചെയ്യുന്നത് എന്താണ്, കോൾഡ് ഓഫ്. പഠിക്കണേ, ക്യാൻസൽഡ് കോൾഡ് ഓഫ് ആണ്. Choose the correct antonium. Luminous. Luminous-ന്റെ antonium ഡാർക്ക് ആണ് കേട്ടോ. luminous അപ്പൊ തിളക്കമായിരിക്കും അല്ലേ. luminous എന്താണ്, ഡാർക്ക് കേട്ടോ. luminous എന്താണ്, ഡാർക്ക്, അപ്പൊ തിളക്കമുള്ളതാ അല്ലേ. Choose a word with the correct spelling. Tortoise, college, pilgrim, separate. ഇതേതാ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ളത്, സി ആണ് കേട്ടോ, കൊളാജ്. ഓക്കെ, COLLAG കേട്ടോ. fill in the blanks with a suitable modal verb. Policeman dash wear khaki. എന്താണ് കറക്റ്റ് ഇവിടെ ഏത് മോഡൽ ഓക്സിലറി വെർബ്, ബില്ല്, ക്യാന്, ഷാള്, മസ്റ്റ് ഒക്കെ എന്താണ് മോഡൽ ഓക്സിലറി വെർബ് ആണ് അല്ലേ. ഈസ്, ആം, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെയാണ് ഓക്സിലറി വെർബ്. മോഡൽ ഓക്സിലറി വെർബ്സ് ആണ് ബില്ല്, ക്യാന്, ഷാള്, മസ്റ്റ്, ക്യാൻ, കുഡ്, ഷുഡ്, മൈറ്റ്, മസ്റ്റ്, അതൊക്കെ എന്താണ് മോഡൽ ഓക്സിലറി വെർബ് ആണ്. പോലീസ്മാൻ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കാക്കി ധരിച്ചിരിക്കണം അല്ലേ, മസ്റ്റ് വിയർ കാക്കി. fill in the blanks with a suitable idiom from the following. idiom ആണ്, the announcer announces that it is time to dash the program. The announcer announces that it is time to wrap up the program. Fill in the blanks using correct preposition. The boutique is situated എവിടെയാണ്, dash the city center. എന്താണ് ഒരു സിറ്റി സെൻട്രൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബൊട്ടിക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏത് വരും, ഡി ആണ് അല്ലെ, അറ്റാണ്. The boutique is situated at the city center. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 79/25 LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. നമുക്ക് നോക്കാം. The cobra writhed and lashed about dash a frightening manner. The cobra writhed and lashed about dash frightening manner. Correct preposition C ആണ്, in ആണ് കേട്ടോ. About in a frightening manner. Find out the correct answer. She dash longer if she hadn't fallen. If she കഴിഞ്ഞ് had കഴിഞ്ഞിട്ട് നോക്കണേ, ചെയ്യണം കേട്ടോ. ഇത് വരും
ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോം വന്നിട്ടുണ്ട് അല്ലേ? വുഡ് ഹാവ് കഴിഞ്ഞിട്ടും V3 ഫോം തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വുഡ് ഹാവ് ലിവ്ഡ്, ഷീ വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിന്റ് ഫോളോയിങ്. സംതിങ് bitter and dash tasting was coming up in his mouth അല്ലേ? bitter and സംതിങ് bitter and പിന്നെ ഏത് ടേസ്റ്റ് ആയിരിക്കും? അല്ലേ? VILE ആണ് കേട്ടോ. VILE tasting was coming up in his mouth. Identify the correct question tag. I think he is from London അല്ലേ? ഞാൻ ചിന്തിക്കുന്നു അവൻ ലണ്ടനിലാണ് എന്ന്. he is from London. പറയൂ. തന്നിരിക്കുന്ന ടാഗ് പോസിറ്റീവ്, സെന്റൻസ് പോസിറ്റീവ്, ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഡിലീഷൻ ചെയ്തു. തിങ്ക് വെച്ചിട്ട് നമ്മൾ നോക്കൂ. I think he is from London. ബി ആണ് കേട്ടോ. ഈസിന്റെ ഹി എന്താണ്? ഈസിനെ എടുത്തു, പിന്നെ തന്നിരിക്കുന്നത് പോസിറ്റീവ് സെന്റൻസ് ആണ്, ടാഗ് നെഗറ്റീവ് എടുത്തു. ഈസിന്റെ ഹി. ഇനി ചിലപ്പോൾ പെട്ടെന്ന് എക്സാം ഹാളിൽ ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ തിങ്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡു ഫോം മാറ്റണോ അതോ ഈസ് എടുക്കണോ എന്ന് നമുക്ക് സംശയം തോന്നും. പക്ഷെ ദൈവം സഹായിച്ചിട്ട് ഓപ്ഷൻ എന്തുമില്ല, ഡു ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ബിയിലേക്ക് എത്താൻ പറ്റും. Select the correct indirect form of the given sentences. Don't push me, the beggar. Don't push me, the beggar. അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റണേ. Don't push me, the beggar. അല്ലെ? ബെഗർ എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലെ? ഇവിടെ റിക്വസ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടോൾഡ് ഫോം ഒക്കെ അങ്ങോട്ട് മാറ്റിവിട്ടു. ഇനി ദ ബെഗർ റിക്വസ്റ്റഡ് ദം അല്ലെ? അവരോട് യാചിച്ചു അല്ലെ? ബെഗർ എന്ത് ചെയ്തു? യാചകൻ റിക്വസ്റ്റ് ചെയ്തു അവരോട്. പിന്നെ എന്തിനാ ഇവിടെ ഡിഡ് ഫോം വേണോ? വേണ്ട അല്ലെ? ഡിഡ് ഫോം വീണ്ടും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റിക്കിട്ട് പിന്നെ എന്തിനാ ഡിഡ് ഫോം യൂസ് ചെയ്യണം? ഇല്ല. നോട്ട് ടു പുഷ് ഹിം. Anatolian means people of Asia Minor കേട്ടോ. Asia Minor. Synonym of alienable. Adjective form ആണ് alienable. അതിന്റെ synonym ഡി ആണ് കേട്ടോ. ഓൾ ഓഫ് ദീസ് ആണ്. നെഗോഷ്യബിൾ, ട്രാൻസ്ഫറബിൾ, കൺവേയബിൾ, ഇതൊക്കെ അലിയനബിളിന്റെ സിനോണിയമാണ്. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഏതെങ്കിലും നോട്ടുകളിലൊക്കെ നിങ്ങൾ ഷോർട്ടാക്കി പഠിക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. അലിയനബിളിന്റെ സിനോണിയമാണ് നെഗോഷ്യബിൾ, ട്രാൻസ്ഫറബിൾ, കൺവേയബിൾ. Select the most appropriate meaning of the idiom. In black and white. Black and white എന്താ? idiom black and white. In return form കേട്ടോ. in return form. ഒരു വൈറ്റ് പേപ്പർ നമ്മൾ അന്ന് ഇത് ഞാൻ ഒരു ക്ലൂ പറഞ്ഞു തന്നിട്ടുണ്ട് മുൻപ് പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു A4 ഷീറ്റ് വൈറ്റ് പേപ്പർ എടുക്കുന്നു, ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നമ്മൾ എഴുതുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിട്ടേൺ ഫോം. The quality of being clever, original and inventive is ഏതാണ്? സി ആണ് കേട്ടോ. ഇൻജിനിറ്റി ആണ് കേട്ടോ. ഇൻജിനിറ്റി. ഒറിജിനൽ ആൻഡ് ഇൻവെന്റീവ്. Rearrange the parts of the sentences in correct order. റീഅറേഞ്ച് ചെയ്യണേ. PQRS തന്നിട്ടുണ്ട്. കറക്റ്റ് സെന്റൻസ് ഫസ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എങ്ങനെ ചെയ്യും? നമുക്ക് നോക്കൂ. വിത്ത് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യോ? വിത്ത് പറഞ്ഞിട്ട് ഇല്ല അല്ലെ? നോക്കാം നമുക്ക്. ഹൗ ഹാർഡ് യു ഹാവ് അല്ലേ? സെന്റൻസ് എങ്ങനെ നമ്മൾ എപ്പോഴും ഒരു സെന്റൻസ് വായിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ഏത് ഫോമിലായിരിക്കും? ഇവിടെ ഈ തന്നിട്ടുള്ളത് വെച്ചിട്ട് ഇഫ് യു അല്ലേ യെസ് സ്റ്റാർട്ട് ചെയ്യണമെന്നത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് ഡിലീഷൻ ചെയ്തു. ഫസ്റ്റ് നോക്കൂ. ഇഫ് യു ഡു യുവർ വർക്ക്, ഇത് ഫസ്റ്റ് വരണം കേട്ടോ. ഒന്നാമത്തെ സെന്റൻസ് ഇത് വരണം. ഇഫ് യു ഡു യുവർ വർക്ക്, പിന്നെ ഏത് വരും? ഇഫ് യു ഡു യുവർ വർക്ക് with dedication and honesty,
ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത്, വർക്ക് കഴിഞ്ഞാൽ അവർക്ക് വർക്ക് പീപ്പിൾ എന്ന് പറയുമോ? ഇല്ല അല്ലെ, വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി. ഓണസ്റ്റി പിന്നെ പീപ്പിൾ, ഓണസ്റ്റി പീപ്പിൾ അല്ലേ, സത്യസന്ധമായല്ലേ? ഓണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. ആൻസർ സി ആണ്. ഇത് വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 65/25 ആണ്. അതിൽ KSന്റെ എക്സാമിന്റെ ആണ് കേട്ടോ. ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് സിനോണിയം. തന്നിട്ടുള്ളതിൽ ഡിഫറൻസിന്റെ സിനോണിയം ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദ യങ് ലോയർ സ്പോക്ക് വിത്ത് ഡിഫറൻസ് ടു ദി ജഡ്ജ് അക്നോളജിങ് ഹർ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് വിസ്ഡം. ഡിഫറൻസിന്റെ സിനോണിയം ബി ആണ് ഹംബിൾ സബ്മിഷൻ ആൻഡ് റെസ്പെക്ട്. ഹംബിൾ submission and respect. Complete the sentences using the present perfect tense from and mark your answer in the response sheet. They dash each other since their childhood. Present perfect tense. They B ആണ് കേട്ടോ. They have known each other since their childhood. They have known each other since their childhood. Choose appropriate connectives and mark your answer in the response sheet കേട്ടോ. ഇവിടെ കറക്റ്റ് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. Dash the opportunity arises, seize it without hesitating, dash fearing, dash you might fail. ഇവിടെ which overും when overും where overും ഒക്കെ ഉണ്ട്. ഇവിടെ കറക്റ്റ് ചെയ്യണം. The opportunity arises. ഈ ഓപ്പർച്യൂണിറ്റി വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്താണ്? whenever അല്ലേ, whenever, whenever, wherever എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു പ്ലേസിനെയൊക്കെ കണക്കാക്കാം. who ever പറയുമ്പോൾ നമുക്ക് അത് ഡാഷിന് ശേഷം ഒരു പേഴ്സൺ വരുന്നത് നോക്കാം അല്ലേ അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? when നോക്കൂ. when the when whenever the opportunity arises, seize it without hesitating or fearing അല്ലേ. hesitating or fearing that you might fail. Convert the sentences into complex sentences and mark അല്ലേ. തന്നിട്ടുള്ളതിൽ കോമ്പൗണ്ട് സെന്റൻസ് നമ്മൾ പഠിക്കാറുണ്ട്. കോംപ്ലക്സ് സെന്റൻസ്, സിമ്പിൾ അല്ലേ, അതൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ തന്നിട്ടുള്ള സെന്റൻസിൽ കോംപ്ലക്സ് സെന്റൻസസ് വരുന്നതാണ്. ഹി വാസ് ഇൻഡിഫറെന്റ് ആൻഡ് ദേ പണിഷ്ഡ് ഹിം. അതിനെ കോംപ്ലക്സ് സെന്റൻസിലേക്ക് മാറ്റിയിട്ട് എഴുതണം. സി ആണ് കേട്ടോ. ആസ് ഹി വാസ് ഇൻഡിഫറെന്റ് ദേ പണിഷ്ഡ് ഹിം. ഓക്കെ ആണോ? നമുക്കറിയാം ഈ കോംപ്ലക്സ് സെന്റൻസിൽ ഏത് സെന്റൻസ് ഉണ്ടാകുന്ന പറയും? ആസ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടാകും. ബട്ട്, ഫോർ ഇതൊക്കെ എന്താണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ് കേട്ടോ. സോ, ബട്ട്, ഫോർ ഇതൊക്കെ എന്താണ്? എന്താണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസിൽ ആസ് എന്ന് പറയുന്ന ഒരു വാക്ക് കോംപ്ലക്സ് സെന്റൻസിൽ വരും. ആസ് ഹി വാസ് ഇൻഡിഫറെന്റ് ദേ പണിഷ്ഡ് ഹിം. Complete the sentences using a suitable preposition ആണ് തന്നിരിക്കുന്നത്. I filled the tank, but unfortunately I filled it dash the wrong kind of fuel. ഇവിടെ കറക്റ്റ് പ്രിപ്പോസിഷൻ സി ആണ്, വിത്ത് ആണ്. I filled it with the wrong kind of fuel. Choose an appropriate phrasal verb ആണ്. They were walking too fast. I couldn't dash with them. അല്ലെ, എനിക്ക് അവരോടൊപ്പം എത്താൻ കഴിയുന്നില്ല. They were walking too fast. അവരെന്താണ്? നന്നായിട്ട് വാക്കില് സ്പീഡ് വാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I couldn't കീപ്പ് അപ്പ് കേട്ടോ. നമ്മൾ വേഗം വാക്കുന്നത് അല്ലേ. I couldn't walk കഴിയുന്നില്ല എന്ന് പറയില്ല. കീപ്പ് അപ്പ് ആണ് കേട്ടോ. കീപ്പ് അപ്പ് വിത്ത് them. അടുത്തത് അപ്രോപ്രിയേറ്റ് പ്രോനൗൺസ് ആണ് കേട്ടോ തന്നിരിക്കുന്നതിൽ. കറക്റ്റ് പ്രോനൗൺ ദെയർ, ജോൺസ് നോക്കാം. It's an interesting book. I have read this a long ago. It is not mine. It is hers. It is hers. ഇവിടെ എന്താ?
rewrite the sentences using correct punctuation and mark your answer on. Even though it was late, almost midnight, she continued reading her book, unable to put it down, knowing that she would regret staying up so late. കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് വേണ്ട, ഇപ്പൊ കുത്തും ഗോമയും ഹൈഫണൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഇവിടെ ചെയ്യാം. സി ആണ് കേട്ടോ. ഈവൻ ദോ ഇറ്റ് വാസ് ലേറ്റ് ഹൈഫൺ ഇട്ടോ. ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് ഹൈഫൺ ഇട്ടോ. ഷീ കണ്ടിന്യൂഡ് റീഡിങ് ഹേർ ബുക്ക് കോമ ഇട്ടോ. അണേബിൾ ടു പുട്ട് ഇറ്റ് ഡൗൺ കോമ ഇട്ടോ. നോവിങ് ദാറ്റ് ഷീ വുഡ് റിഗ്രറ്റ് സ്റ്റേയിങ് അപ്പ് സോ ലേറ്റ് ഫുൾ സ്റ്റോപ്പ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 65/25 KS സെക്കൻഡറി മറ്റേ രണ്ടാമത്തെ കേട്ടോ. സ്ട്രീം വന്നിട്ട് സെക്കൻഡ് ആണ്. Correct the error if any in the given sentences and mark your answer. Okay. The sceneries are beautiful. The sceneries are beautiful. Correct ആണോ? Sceneries are beautiful. Correct ആണോ സെന്റൻസ്? തെറ്റാണ് അല്ലേ? സീനറീസ് എന്ന് പറയുമ്പോൾ സിംഗുലർ വെർബ് യൂസ് ചെയ്താൽ മതി. സീനറി ഈസ് ബ്യൂട്ടിഫുൾ എന്ന് മതി. Complete the sentences using the correct verb form ആണ് പറഞ്ഞിരിക്കുന്നത്. The lifespan of certain species dash very short. The lifespan of certain species dash. ഇവിടെ എന്ത് വരും? ബി ആണ് അല്ലേ? ഈസ് ആണ്. Species is very short. Add a suitable question tag. We used to study together. We used to study together. ഒരുമിച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ടാഗ് പോസിറ്റീവ് ആണ് അല്ലേ? തന്നിരിക്കുന്ന ടാഗ് എന്താണ്? പോസിറ്റീവ് ടാഗ് ആണ്. അപ്പോൾ ടാഗ് സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. പോസിറ്റീവ് സെന്റൻസ് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഇത് നെഗറ്റീവ് ടാഗ് ആണോ? ഇത് നെഗറ്റീവ് ടാഗ് ആണോ? ഇത് നെഗറ്റീവ് ടാഗ് ആണോ? അല്ല. ആൻസർ എന്താ? ഡിഡിന്റ് വി. ഇൻസെർട്ട് ദി മോസ്റ്റ് സ്യൂട്ടബിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂസ്ഡ് ടുവിനെ ഒരിക്കലും നമ്മൾ യൂസ്ഡ് ഇൻറ്റ് വി എന്നൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. യൂസ്ഡ് ഒരിക്കലും അതേപോലെ എഴുതാൻ പാടില്ല. ഫോം ഡിഡ് ഫോം തന്നെയാണ് കേട്ടോ. ഡിഡ് ഫോമിലായിരിക്കണം യൂസ്ഡ് വന്നാൽ എഴുതേണ്ടത്. പിന്നെ ഇവിടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇവിടെ മോസ്റ്റ് സ്യൂട്ടബിൾ അഡ്വർബ് ഓഫ് കോസ് ആൻഡ് അഡ്വർബ് ഓഫ് കോസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അഡ്വർബ് ഫോം ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് ലേറ്റ് ഫോർ ദ മീറ്റിംഗ് dash he missed the initial proceedings of the event. He was late for the meeting. Consequently, he missed the initial proceeding of the event. Correct adjective from എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. He found books to be her only source of happiness. ഇവിടെ ബ്രാക്കറ്റിൽ റയർ തന്നിട്ടുണ്ട്. ആ റയർ വെച്ചിട്ട് അതിന്റെ റയറിന്റെ അഡ്ജക്റ്റീവ് ഫോം വെച്ചിട്ട് എന്ത് ചെയ്യണം? റയറിനെ എന്താക്കണം? ഒരു അഡ്ജക്റ്റീവ് ഫോമിലേക്ക് മാറ്റിയിട്ട് ഈ സെന്റൻസ് കറക്റ്റ് എഴുതണം. സി ആണ് കേട്ടോ. ഷീ ഫൗണ്ട് rare books to be her only source of happiness. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി കറക്റ്റ് ആക്റ്റീവ് വോയിസ് ആണ്. The lesson was explained by the teacher clearly. ഇവിടെ പാസീവ് ഫോം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണം. The lesson was explained by the teacher clearly. ഇത് വരും സി ആണ് കേട്ടോ. The teacher explained the lesson clearly. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇത് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പൊ നമ്മൾ ഇത് പാസീവ് വോയിസ് ആക്കുമ്പോൾ the lesson was explained by the teacher clearly. ഇവിടെ കറക്റ്റ് 65ാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റീവ് പ്രോനൗൺ വെച്ചിട്ടുള്ള സെന്റൻസ് ആണ്. ദാറ്റ് ഈസ് ദ ഗേൾ ഡാഷ് വി മെറ്റ് യെസ്റ്റർഡേ. വി ഇവിടെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇവിടെ ഏതാ വരിക? ബി ആണ് കേട്ടോ. ഹും ആണ്. ദിസ് ഈസ് ദ ഗേൾ ഹും വി മെറ്റ് യെസ്റ്റർഡേ. Insert the correct tenses form of the mark. Correct tense form ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. When they realized ആണ്. ഒരു past form ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം നോക്കൂ.
ഐ വാസ് അല്ലേ, ഐ കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് വരണം. ഇവിടെ റിയലൈസ്ഡ് ആണ്, പാസ്റ്റ് ഫോം ആണ്. അപ്പൊ ഇവിടെയും എന്തായിരിക്കണം, പാസ്റ്റ് ഫോമിലുള്ള ഓക്സിലറി യൂസ് ചെയ്യണം. ഐ വാസ് ലുക്കിംഗ് അറ്റ് ദം, ദേ ടേൺഡ് എവേ. They turned away. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാരണം ഈ റിയലൈസ്ഡ് എന്ന് പറഞ്ഞത് തന്നെ ഒരു പാസ്റ്റ് കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഫോമാണ്. കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ING ഫോം വരിക? വരുമോ? തെറ്റാണ് അല്ലേ? ഇവിടെ എന്തിനാ ING ഫോം? തെറ്റാണ്. ഇവിടെ എങ്ങനെ V1 ഫോം വരിക? തെറ്റാണ്. പാസ്റ്റ് ഫോം വരണ്ടേ? അപ്പൊ ആൻസർ BM. കറക്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ആണ് തന്നിട്ട് ചോദിച്ചിരിക്കുന്നത്. She didn't mean to dash, but she accidentally revealed the surprise party details. She didn't mean to dash, but she accidentally revealed the surprise party details. പെട്ടെന്ന് നമ്മുടെ ക്ലാസ് ഇതുവരെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യന് ഇട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥി പെട്ടെന്ന് ഇതിൽ ആൻസറിലേക്ക് എത്തും. സ്പിൽ ദ ബീൻസ്. എന്താ ഞാൻ പറഞ്ഞത്? ബീൻസ് നമ്മൾ തൊലിക്കുന്ന സമയത്ത് അതിനുള്ളിൽ കുരു ഉണ്ടാവും അല്ലേ? അതെന്താണ്? അതിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ആയിട്ട് കിടക്കുന്നത് കാര്യമാണ് അല്ലേ? നമ്മൾ തൊലിച്ചാലാണ് അതിന്റെ ഉള്ളിലുള്ള ആ കുരു ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതൊരു സീക്രട്ട് ആണ് അല്ലേ? അപ്പൊ കണ്ടോ, സർപ്രൈസ് പാർട്ടി ഡീറ്റെയിൽസ് കണ്ടോ. ഫിൽ ഇൻ ദ ആന്റോണിയം. കൺസീൽഡ്, വേഗം ചെയ്യണേ. കൺസീൽഡ്, ദേ കൺസീൽഡ് ദ മാറ്റർ. ആന്റോണിയം എന്താ പറഞ്ഞിട്ടുള്ളത്? കൺസീൽഡ് എന്താണ്? അൺവീൽഡ്. എന്താണ്? അൺവീൽഡ്. അടുത്തത് ഇവിടെ കറക്റ്റ് ഇതാ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതിനെ കറക്റ്റ് സെന്റൻസിലേക്ക് മാറ്റിക്കേ. കറക്റ്റ് ആയിട്ട് ഇത് എങ്ങനെ എഴുതും? അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? ദ എന്നുള്ളത് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ദ എന്ന് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാ? ദ എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ദ എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ടു ഒക്കെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കി വിടാം അല്ലേ? ടു ഒക്കെ ഒഴിവാക്കി കിട്ടും. ഇനി ദ എന്ന് ചെയ്തു. ദ ചിൽഡ്രൻ വെന്റ്. ദ ചിൽഡ്രൻ വെന്റ് യെസ്റ്റർഡേ പറയോ? നമ്മള് പറയോ? ദ ചിൽഡ്രൻ പോയി ഇന്നലെ, അങ്ങനെ പറയൂ? ഇല്ല. അവസാനമായിരിക്കണം നമുക്ക് യെസ്റ്റർഡേ ഫോം വരേണ്ടത് അല്ലേ? അപ്പൊ എ ആണ് വരിക. ദ ചിൽഡ്രൻ വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. ഇനി റിപ്പോർട്ട് സ്പീച്ച് ആണ്. ഷീ സെഡ് ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. റിപ്പോർട്ട് ചെയ്തേ. ഷീ സെഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദാറ്റ് അല്ലേ? ഷീ സെഡ് ദാറ്റ്. ഷീ സെഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദാറ്റ് യൂസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ ഷീ സെഡ് കഴിഞ്ഞിട്ട് ദാറ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഷീ സെഡ് കഴിഞ്ഞിട്ട് ദാറ്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഷീ സെഡ് കഴിഞ്ഞിട്ട് ദാറ്റ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഷീ സെഡ് ദാറ്റ്. ഓക്കെ, ഇതും കറക്റ്റ് അല്ലേ? ഇനി ഷീ ഇവിടെ എന്താണ്? മെറ്റ് ആണ് അല്ലേ? എന്താണ്? ഒരു V2 ഫോം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ യെസ്റ്റർഡേ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ മെറ്റ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള സെന്റൻസ് വരുമ്പോൾ ഹാഡ് യൂസ് ചെയ്യണം കേട്ടോ. ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ. നെക്സ്റ്റ് വൺ 60/25 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്. എക്സാം വന്നിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് അനലിസ്റ്റ് ആണ് കേട്ടോ. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് നടന്നിട്ടുള്ളതാണ്. ഐഡന്റിഫൈ ദ എറർ ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ്. വൺ ഓഫ് ദ ചെയ്യണേ. വൺ ഓഫ് ദ. എത്ര ക്വസ്റ്റ്യൻ കണ്ടു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത്? വൺ ഓഫ് ദ ഗേൾസ്. അപ്പൊ വൺ ഓഫ് ദ കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ ഒരു പ്ലൂറൽ ഫോം ആയിരിക്കണം കേട്ടോ. അത് ശ്രദ്ധിക്കണേ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിൽ നമ്മൾ കണ്ടില്ലേ? ഇവിടെ പ്ലൂറൽ ഫോം ആയിരിക്കണം. ഇവിടെ വൺ ഓഫ് ദ വൺ ആണ്. അപ്പൊ എന്തായിരിക്കണം? ഇവിടെ ആറ് വരാൻ പാടില്ല. ഒരു സിംഗുലർ ഫോമിലേക്ക് എഴുതണം അല്ലേ? ഇത് തന്നിട്ടുള്ളതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. ഏതാണ്? ആറാണ് അല്ലെ? ഇവിടെ ഈസ് ആണ് വരേണ്ടത്. ആറാണ്. കംപ്ലീറ്റ് ദ സെൻസസ് യൂസ് അപ്രോപ്രിയേറ്റ് ടാഗ് ആണ്. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ അല്ലെ? എന്റെ മുന്നിലേക്ക് വരരുത്. ഡോണ്ട് കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഡി ആണ് അല്ലെ? വിൽ യു. ഡോണ്ട് എന്നൊക്കെ വരുമ്പോ എന്ത് ചെയ്യണം? ഡോണ്ട് എന്ന സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു. Identify type of the verb italics of the following sentences. You let her go. ഈ go എന്ന് പറയുന്നത് ഏത് ടൈപ്പിലുള്ള വെർബ് ആണ്? go. എന്താണ്? bare infinitive ആണ് കേട്ടോ. എന്താണ്? bare infinitive ആണ്. gerund എന്ന് പറയുന്നത് എന്താണ്? ING ഫോമിലുള്ള സെന്റൻസ് ആണ് gerund എന്ന് പറയുന്നത്. ഇത് bare infinitive ആണ്. ഈ ഇറ്റാലിക് തന്നിട്ടുള്ള go എന്ന് പറയുന്നത്.
ഇനി കറക്റ്റ് സെന്റൻസ് ഇവിടെ തന്നിട്ട് നോക്കൂ. നൈദർ ദ പ്രിൻസിപ്പൾ നോർ ക്വസ്റ്റ്യൻ കണ്ടു മടുത്തൂല്ലേ. ദ ടീച്ചേഴ്സ് സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഓറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നിവ സെന്റൻസിൽ ഉണ്ടെങ്കിൽ സെക്കൻഡ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ പ്രിൻസിപ്പൾ ഒരു സിംഗുലർ വെർബാണ്. ഇവിടെ ടീച്ചേഴ്സ് പ്ലൂറൽ വെർബാണ്. ടീച്ചേഴ്സ് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഈസ് ഗോയിങ് ആണോ വരേണ്ടത്? അല്ല. ടീച്ചേഴ്സ് പ്ലൂറൽ അല്ലേ? പ്ലൂറൽ കഴിഞ്ഞാൽ പ്ലൂറൽ വെർബ് തന്നെ യൂസ് ചെയ്യണ്ടേ? സി ആണ് അല്ലേ? ആർ ഗോയിങ് ഫോർ ദി ടൂർ. Seeing a snake in the garden, Lalu screamed for help. This sentence may be transformed as. ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് അതായത് സെന്റൻസ് ഒന്ന് മാറ്റി എഴുതാൻ. ഡി ആണ് കേട്ടോ. When he saw a snake in the garden, Lalu screamed for help. അല്ലേ? ഹെൽപ്പ് ചോദിച്ചു. ഇപ്പോ when he saw a snake, അവൻ പാമ്പിനെ കണ്ടപ്പോൾ, കണ്ടു കഴിഞ്ഞാലേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നേ പറയാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? when he saw a snake in the garden, Lalu screamed for help. The italicized word in the following sentences meaning. As a teacher, she resented invidious. അതിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവിഡിയസ് സിനോണിം തന്നെയാണ് പറയുന്നത് കേട്ടോ. For her students by her colleges. ഇൻവിഡിയസിന്റെ മീനിങ് വരുന്നത് ഏതാ? ഡി ആണ് കേട്ടോ. അൺപ്ലസന്റ് ആണ്. അൺപ്ലസന്റ് കേട്ടോ. ഇൻവിഡിയസിന്റെ മീനിങ് എന്താണ്? അൺപ്ലസന്റ്. ദ ഇഡിയം ആണ് പെർഫ്യൂംസ് were dime a dozen. Dime a dozen ഇഡിയം പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഡൈം എ ഡസൻ അതിന്റെ ഇഡിയം ഇതാണ് പ്ലെന്റി ആൻഡ് കോമൺ. ഡൈം എ ഡസൻ, പ്ലെന്റി ആൻഡ് കോമൺ. പ്ലെന്റി ആൻഡ് കോമൺ, ഡൈം എ ഡസൻ. I bank on your bird. The phrasal verb italics. I bank. I bankന്റെ phrasal verb. ബാങ്കിന്റെ phrasal verb. Bases one's hope on something or someone. Bases one's hope on something or someone. Correct the following sentences. The effects of COVID-19 are far-reaching. Correct form സെന്റൻസിലേക്ക് മാറ്റിയതിനെ ബി ആണ്. The effects of COVID-19. The effects, the affect അല്ല, എഫക്ട് ചെയ്യല്ലേ ചെയ്തിരിക്കുന്നത്. COVID-19 എന്താണ്? പെട്ടെന്ന് എല്ലാവരിലേക്കും പടർന്നു പിടിച്ചു അല്ലേ? അത് എന്ത് ചെയ്താണ്? അഫക്ട് ചെയ്താണ് അല്ലെ? എഫക്ട് ചെയ്യുക അല്ലെ? ഭയങ്കര എഫക്ട് ചെയ്തു എന്ന് പറയാം. അപ്പൊ അഫക്ട് ഉള്ളതൊക്കെ അങ്ങോട്ട് വെട്ടിക്കൊടുത്തോ കേട്ടോ. The effects of COVID-19 എന്താണ്? ട്ടോ. Effects of COVID-19 are far reaching. ഇവിടെ ഈസ് അല്ല കേട്ടോ. കാരണം ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട് അല്ലെ? COVID-19 എന്ന് പറയുമ്പോൾ ഒരൊറ്റ എഫക്റ്റിങ് മാത്രമാണ്, പലതരത്തിലുള്ള എഫക്റ്റ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് അവിടെ ഒരു പ്ലൂറൽ ഫോം യൂസ് ചെയ്യുക. ഹിസ് ബിഹേവിയർ അറ്റ് ദ പാർട്ടി വാസ് അട്രോഷ്യസ്. അട്രോഷ്യസ് the synonym of the italicized word. Atrocious in the synonym. Atrocious. B ആണ് appalling. എന്താണ്? appalling. പിന്നെ കൂട്ടുകാരോട് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലെങ്തി വീഡിയോ അല്ലേ, ഏറ്റവും വലിയൊരു ക്ലാസ് അല്ലേ, അപ്പൊ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഇപ്പോ കുറച്ച് ഇന്ന് എടുത്തു വെച്ച് ബാക്കി നാളെ തരാ എന്നുള്ള ഉദ്ദേശമല്ല. നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൂട്ടുകാർക്ക് പഠിച്ചു മാർക്കാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യും, നമ്മുടെ തൊണ്ടിലേക്ക് അങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ഇടയ്ക്കൊന്ന് സൗണ്ട് കമ്മിയാവും, വേണം പറഞ്ഞ് കമ്മിയാക്കുന്നില്ല, നമ്മൾ അറിയാതെ അങ്ങോട്ട് കമ്മിയായി പോകുന്നതാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പൊ അട്രോഷ്യസിന്റെ സിനോണിയം എന്താണ്? അപ്പാലിംഗ്. അട്രോഷ്യസിന്റെ മീനിങ് എന്താണ്? ഈ ഭയാനകം എന്ന് പറയില്ലേ, ഭയാനകം. ഓക്കെ, ഭയാനകം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 57/25. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ എക്സാം ആണ്. നോക്കാം. ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദി സെന്റൻസസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമറ്റിക്കൽ എറർ. തന്നിട്ടുള്ളതിൽ ഏതാണ് ഗ്രാമറ്റിക് എറർ ആയിട്ടുള്ള സെന്റൻസ്? ഏതാണ്?
സി ആണ് കേട്ടോ. ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് തന്നിട്ടുള്ളതില് തെറ്റായിട്ടുള്ളത് സെന്റൻസ് കേട്ടോ. Select the most appropriate antonym. Indefatigable. Indefatigable. അതിന്റെ antonym. Indefatigable. Antonym A ആണ്. Intolerant ആണ് കേട്ടോ. Indefatigableന്റെ antonym intolerant. എന്താണ് intolerant. Rearrange the parts of the sentences in correct order due to ഇത് ചെയ്ത് നോക്കണേ. പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തതും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ലേശം സമയം നിങ്ങൾക്ക് തരുന്നത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ സ്ലൈഡും വരുമ്പോൾ അതിൽ ആൻസർ എത്തുന്നുണ്ടോ എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതപ്പോൾ ഇങ്ങനെ ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെന്റൻസ് കറക്റ്റ് റീഅറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കണം. എന്താണ് വരിക? എങ്ങനെയാണ് വരിക ആൻസർ? ഡി ആണ് കേട്ടോ. ഫസ്റ്റ് 6 വരണം. The lack of an adequate warning system, the tsunami of 2004 devastated a large portion of the coastal regions of Tamil Nadu. അല്ലേ? അടുത്തത് John said to Tina, where were you going? Indirect സ്പീച്ചിലേക്ക് മാറ്റാനാണ്. John said to. അപ്പോൾ നമുക്കറിയാം ആസ്ക്ഡ് വരണം അല്ലേ? സെഡ് ടു വന്നു കഴിഞ്ഞാൽ ടോൾഡ് അല്ലെങ്കിൽ ആസ്ക്ഡ് എന്നൊക്കെ വരാം. സെഡ് തന്നെ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സെഡ് ടു, സെഡ് വന്നു കഴിഞ്ഞാൽ ഒക്കെ സെഡ്, പക്ഷെ സെഡ് ടു എന്ന് വന്നു കഴിഞ്ഞാൽ ടോൾഡ് ആക്കണം. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ റിക്വസ്റ്റ് ആണോ ആസ്ക്ഡ് ആണോ എന്താണ് നോക്കണം. അതിനനുസരിച്ച് എഴുതണം. ജോൺ ആസ്ക്ഡ് ടീന where എന്താണ് where she had been going. എന്താണ് ജോൺ ആസ്ക്ഡ് ടീന where she had been going. Where she had been going. Choose a correct spelling of the option below. Acquaintance. Acquaintance correct form C ആണ് കേട്ടോ. ACQ ACQ UAI acquaintance TANC ആണ് കേട്ടോ acquaintance. Next, if she had taken the medicine, she had കഴിഞ്ഞിട്ട് ഏത് വന്നിട്ടുണ്ട്? ഇത് if ക്ലോസിലുള്ള സെന്റൻസ് ആണ്. had കഴിഞ്ഞിട്ട് V3 ഫോം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? ഹാഡ് കഴിഞ്ഞാൽ V3 ഫോം വന്നാൽ ചിലപ്പോൾ നമ്മൾ ഹാഡ് കണ്ടതും നമ്മൾ വേഗം പോയിട്ട് ആൻസറിലേക്ക് എത്തും വുഡ് ഹാവ്. പക്ഷേ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ V3 ഫോം ഉണ്ടോ എന്ന്. എന്താണ് വുഡ് ഹാവ് അല്ലേ? വുഡ് ഹാവ് ലെഫ്റ്റ്. എവരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി. ദ സ്റ്റുഡൻസ് along with their friends dash the library. തന്നിട്ടുള്ള സെന്റൻസിൽ along with ഉണ്ടെങ്കിൽ എവരി സ്കൂൾ ആൻഡ് കോളേജ് എന്ത് ചെയ്യണം? എവരി സ്കൂളിൽ എല്ലാ സ്കൂളുകളിലും ആൻഡ് കോളേജുകളിലും എന്തുണ്ട്? ലൈബ്രറി ഉണ്ട്. സി ആണ് അല്ലെ? ഫസ്റ്റ് സബ്ജക്റ്റിന് along with ഫസ്റ്റ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ എന്ത് ഫസ്റ്റ് എന്ത് ചെയ്തു? ഇവിടെ ഹാസ് കൊടുത്തു അല്ലെ? എവരി സ്കൂൾ എല്ലാ സ്കൂളും അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് ലൈബ്രറി ഉണ്ട് എന്നുള്ളത്. അവിടെ പ്ലൂറൽ ഫോം ആവശ്യമില്ല. അപ്പോൾ ഹാസ്. ദ സ്റ്റുഡൻസ് along with their friends. ഇവിടെ നോക്ക് ദ സ്റ്റുഡൻസ് ഇവിടെ എന്താ? പ്ലൂറൽ ഫോം ആണ് അല്ലെ? പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. along with their friends അവരുടെ കൂട്ടുകാര് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ് അല്ലെ? ഡാഷ് ദ ലൈബ്രറി. ഇവിടെ എന്ത് വരും? വിസിറ്റ്. കണ്ടോ? വിസിറ്റ്. വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സിംഗുലർ വെർബ് ഫോം ആണ്. വിസിറ്റ്സ്. ഇത് വിസിറ്റോ? പ്ലൂറൽ വെർബ് ഫോം ആണ്. കാരണം ഇവിടെ തന്നിട്ടുള്ള ഈ സ്റ്റുഡൻസ് along with their ഫ്രണ്ട്സ്. കണ്ടോ? ഈ along with എന്ന സെന്റൻസ് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സബ്ജക്റ്റിന്
പ്രാധാന്യം കൊടുക്കണം. along with, അപ്പൊ the students അല്ലേ, ഒന്നിലധികം സ്റ്റുഡന്റ് ഇല്ലേ, അപ്പൊ പ്ലൂറൽ വെർബ് കൊടുക്കണ്ടേ, വേണം. അപ്പൊ വിസിറ്റ്സ് ഒക്കെ വരെ നമുക്ക് ഒഴിവാക്കിയോളാം. കണ്ടോ? his wife can't dash his terrible behavior anymore. His wife can't dash his terrible behavior anymore. ഡി ആണ് കേട്ടോ. പുട്ട് അപ്പ് വിത്ത് അല്ലെ, ടോളറേറ്റ് അല്ലെ, ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്. ഉപേക്ഷിക്കുക, ടോളറേറ്റ്. ഹിസ് വൈഫ് കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഹിസ് ടെറിബിൾ അല്ലെ, കഴിയില്ല അല്ലെ, കഴിയുന്നില്ല. ബിഹേവിയർ എനിമോർ. ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് വേർഡ്. തന്നിട്ടുള്ളതിൽ കോമ്പൗണ്ട് വേർഡ് ഏതാ? തന്നിട്ടുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് രണ്ട് വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കണം. ഏതാണ്? ഡി ആണ് അല്ലെ. ഓൾ ഓഫ് ദിസ് എല്ലാം കോമ്പൗണ്ട് വേർഡ് ആണ്. നമ്മൾ നോക്കൂ, ഇതൊരു വൈൻഡ് നമ്മൾ ഒരു വാക്കായിട്ട് യൂസ് ചെയ്തു. ഇതാ വേൾപൂൾ നമ്മൾ പറയാറില്ലേ, വേൾപൂൾ, വേൾ യൂസ് ചെയ്യും, പൂൾ യൂസ് ചെയ്യും ഇല്ലേ. കണ്ടോ? ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്. ബ്ലാക്ക് എന്ന് നമ്മൾ പറയാറില്ലേ, സ്മിത്ത് എന്ന് വേറെ പറയാറില്ലേ, സ്മിത്ത്. അപ്പൊ രണ്ടും യൂസ് ചെയ്യാം. ബ്ലാക്ക് എന്ന് പറയാറില്ലേ, ബോർഡ് വേറെ പറയാറില്ലേ. എന്താ ഓൾ ഓഫ് ദിസ്. ഹാവ് ദ വിപ്പ് ഹാൻഡ് മീൻ, have the whip hand. In the meaning, have the whip hand to be in a position to control. Have the whip hand to be in a position to control. Question paper code 56/25 degree level exam ആണ്. SI of police, RFO, excise inspector നടന്ന എക്സാമിന്റെ പ്രിലിംസിന്റെ എക്സാമിന്റെ ആണ് കേട്ടോ. Dash supposed to complete these assignments by afternoon. Supposed first എന്ത് വരണം? Dash supposed to complete these assignments by afternoon അല്ലേ. complete these assignments by afternoon. C ആണ് കേട്ടോ. both 2 and 3. aren't I, am I അല്ലേ, രണ്ടും യൂസ് ചെയ്യാം അല്ലേ. aren't I supposed to complete അല്ലെങ്കിൽ am I supposed to complete. Students are advised to refrain dash bad company. Students are advised to refrain bad company from bad company. Students are advised to refrain from bad company. A few workers participated in the strike. Question tag ആണ്. A few workers participated in the strike. വർക്കേഴ്സിനെ വെച്ചിട്ട് എഴുതണേ. ഏത് വരും? ബി ആണ് അല്ലേ. എ ഫ്യൂ വർക്കേഴ്സ് അല്ലെ. വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോം ആണ്. അപ്പോൾ ടാഗ് എന്തായിരിക്കണം? ദേ വെച്ച് യൂസ് ചെയ്യണം. പാർട്ടിസിപ്പേറ്റഡ് അതെന്താണ്? B2 ഫോം ആണ് അല്ലെ. B2 ഫോം വരുമ്പോൾ ഏതാണ്? ഡിഡ് ഫോമിലേക്ക് മാറ്റണം. പിന്നെ തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ പോസിറ്റീവ് ടാഗ് കൊണ്ട് ആദ്യം ഒഴിവാക്കി വിട്ടോ കേട്ടോ. ഡിഡിന്റെ ദേ. Where is the bus stand? Said the young man. Change into indirect speech. Where is the bus stand? Said the young man. അപ്പൊ അതിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ യങ് മാൻ എന്ത് ചെയ്യണ? ഒരു എൻക്വയറി ആണ് അല്ലെ, അന്വേഷണമാണ് അല്ലെ. എവിടെയാണ് ബസ് സ്റ്റാൻഡ് എന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ. ആണോ? എന്താണ് നോക്കണം കേട്ടോ. ഇവിടെ അന്വേഷിക്കുകയാണോ, അതോ ഒരാളോട് ചോദിക്കുകയാണോ, അതോ ഒരാളോട് ആവശ്യപ്പെടുകയാണോ? എവിടെയാണ് എന്താണ് എന്നുള്ളത് ആവശ്യപ്പെടുകയാണോ? ഇവിടെ എന്താ വരിക? The young man wanted to know where the bus stand was. കണ്ടോ? The young man wanted to, കാരണം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കണ്ടോ. Where is the ബസ് സ്റ്റാൻഡ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. തന്നിരിക്കുന്ന സെന്റൻസ് എപ്പോഴും ഇങ്ങനെ നോക്കണം കേട്ടോ. ഒരു എക്സ്ക്ലമേറ്ററി ആണോ, ക്വസ്റ്റ്യൻ മാർക്കാണോ, ഫുൾ സ്റ്റോപ്പ് ആണോ സെന്റൻസ് എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ മോഡലിൽ തന്നെ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റിലേക്ക് മാറ്റണം കണ്ടോ. The young man wanted to know where the bus stand was. The singer performed. The singer performed. അടുത്തത് കംപ്ലീറ്റ് ചെയ്യണം, സെന്റൻസ് കറക്റ്റ് ചെയ്യണം. The singer performed melodiously at the concert for 2 hours. Melodiously at the concert for 2 hours. ഇങ്ങനെ ടൈമുകളൊക്കെ വരുമ്പോൾ ഇപ്പൊ യെസ്റ്റർഡേ അല്ലെങ്കിൽ ടുമോറോ, പ്രീവിയസ് ഡേ, ലാസ്റ്റ് ഡേ, 2 hours ഇങ്ങനെയൊക്കെ ടൈമുകളൊക്കെ വരുമ്പോൾ അത് അവസാനമായിട്ട് കണ്ടോ വരുന്നത്. അവസാനമായിട്ടായിരിക്കണം വരേണ്ടത്.
I expressed my strong desire to learn dash kayaking dash canoeing to know the difference. ഇവിടെ either or ആണോ neither nor ആണോ both and ആണോ such that ആണോ? I expressed my strong desire to learn. C ആണ് both അല്ലേ both രണ്ടിലും both kayaking and canoeing to know the difference. There are no less than 50 packets of noodles in the carton. Correct the sentences. There are no less than 50 packets of noodles in the carton. Correct the sentences. ഇവിടെ കറക്റ്റ് സെൻസ് ബി ആണ്. There are no fewer than. ഇവിടെ no എന്ന് തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ ലെസ് അല്ലേ, ലെസ് അതെന്താണ് റിപ്പീറ്റേഷൻ. There are no fewer than 50 packets of noodles in the carton. Next year I dash guitar for 20 years. Next year I dash guitar for 20 years. B ആണ് will have been playing. നെക്സ്റ്റ് ഇയർ ആണ്, അടുത്ത വർഷമാണ് കേട്ടോ, അടുത്ത വർഷം നടക്കുന്നതാണ്. I will have been playing guitar for 20 years. Are we not going to finish the lesson today? പാസീവ് വോയിസിലേക്ക് മാറ്റണേ. Are we not going to finish the lesson today? A ആണ് is the lesson going to be finished by us today? Is the lesson ഒരു lesson എന്ന് പറയുമ്പോൾ ഒരു സിംഗുലർ ഫോം ആണ്. അപ്പോൾ അവിടെ തന്നെ ക്വസ്റ്റ്യൻ നോക്കൂ. Is the lesson going to be finished by the today? His teacher tried to correct him by giving valuable advices. Correct the sentences. ഇതിനെ കറക്റ്റ് സെൻസിലേക്ക് മാറ്റിക്കേ. His teacher tried to correct him. Tried at correct him. തെറ്റാണ് അല്ലേ? tried at എന്നൊക്കെ വരുമോ? ഇല്ല അല്ലേ? സെൻറ്റൻസ് മാറ്റണേ. സി ആണ് കേട്ടോ. His teacher tried to correct him by giving valuable advice. കണ്ടോ, advice ആണ് അല്ലേ, advice ആണ്. Yesterday Tim parked in a restricted area and the police dashed his truck. Choose a word correct best to complete the sentences. റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പാർക്ക് ചെയ്തു, പോലീസ് എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. എ അല്ലെ, impounded. Yesterday Tim parked in a restricted area and the police impounded his truck. I was dash when they rang up and informed that I had won a lottery. കറക്റ്റ് ഇഡിയം ആണ് ഇവിടെ, കറക്റ്റ് ഇഡിയം ചേർക്കണേ. I was B ആണ് കേട്ടോ. On cloud 9. On cloud 9 when they rang up and informed that I had won a lottery. Fly എന്താണ്, and cloud 9. It was her first appearance in public as a performer in Bollywood movie. One word for the words in italics. ഇതിന്റെ one word substitution ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. First appearance in public as a performer. C ആണ് debut. It was her debut in Bollywood movies. The company celebrated the accomplishment of all their goals. To say antonium, accomplish ന്റെ antonium, accomplish. Question deletion ആണ്. The weather is suitable for sowing seeds. Choose a similar word for the underlined word. Suitable in the synonym. Similar ആയിട്ടുള്ള മീനിങ് വരുന്ന suitable. Suitable. Congenial ആണ് കേട്ടോ. Congenial, suitable, congenial, suitable. Choose a word that is spelled incorrectly. തന്നിട്ടുള്ളതിൽ incorrect spelling ഏതാണ്? Incorrect spelling. 3 വേർഡ് കറക്റ്റ് ആണ്, ഇൻകറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഏതാണ്? ബി ആണ് കേട്ടോ. എന്റർപ്രണർ ആണ് തെറ്റായിട്ടുള്ളത്. ബ്യൂറോക്രാറ്റ്, ഇന്റലിജൻസിയ, സ്പെക്ടജനേറിയം, സെപ്റ്റജനേറിയൻ, ഇതൊക്കെ എന്താണ്? കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. റെസ്പോണ്ടസ് പ്ലേറ്റ് മീൻസ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ
എത്ര ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം, എത്ര സബ്ജക്ട് വൈസ് ആയിട്ട് 2021 മുതൽ 25 വരെയുള്ളതിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. റെസ്പോണ്ട്, വിൽ, വോസ്, പ്ലേറ്റ്. എന്താ ഡി ആണ് അല്ലേ? ആൻസർ പ്ലീസ് അല്ലേ? റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ഉത്തരം പറയുക എന്ന അർത്ഥത്തിലാണ് അല്ലേ? ആൻസർ പ്ലീസ്. The thieves dash the apartment while the family was on a vacation. The thieves dash the apartment while the family was on a vacation. പോയ സമയത്ത് thief എന്ത് ചെയ്തു? കള്ളൻ എന്താണ്? broke into അല്ലേ? broke into the apartment, ഉള്ളിലേക്ക് പോയി. അടുത്ത് നോക്കൂ. Antennas as able cockroaches to sense their surroundings. To see correct prefix. ഇവിടെ ഏബിളിന്റെ മുമ്പിൽ നമ്മൾ ഡിസേബിൾ ആണോ, ഇനേബിൾ ആണോ, അണേബിൾ ആണോ, ഇനേബിൾ ആണോ, ഏതാ പറയും നമ്മള്? ഇനേബിൾ ആണോ, ഡിസേബിൾ ആണോ, അണേബിൾ ആണോ യൂസ് ചെയ്യുക? സി ആണ് അല്ലേ? നമ്മൾ ഇനേബിൾ എന്നല്ലേ പറയാ, നമ്മൾ എപ്പോഴും ഇനേബിൾ ഇനേബിൾ എന്നല്ലേ വാക്ക് യൂസ് ചെയ്യുക? ഇനേബിൾ. ആന്റിനാസ് ഇനേബിൾ ഏബിൾ അല്ലേ? സോറി, ആന്റിനാസ് enable cockroaches to sense their surroundings. The phenomenon of glowing sea water signifies changes into marine environment. Identify the plural form of the underlined word. Phenomenonന്റെ plural form ആണ് ചോദിച്ചിരിക്കുന്നത്. UM ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സിംഗുലർ ഫോം ആണ് കേട്ടോ. UM US ഒക്കെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ ഫോം ആണ്. ഫിനോമിനൻ പ്ലൂറൽ ഫോം ബി ആണ് കേട്ടോ. ഫിനോമിന. നെക്സ്റ്റ് വൺ സെക്രട്ടേറിയറ്റ് OAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 54/25 നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസസ്. ഇവിടെ തന്നിട്ടുണ്ട്. ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് കഴിഞ്ഞാൽ എപ്പോഴും സിംഗുലർ ഫോം ആയിരിക്കണം കേട്ടോ. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ഒരു ബൊക്കെ അല്ലേ, ഒറ്റ ബൊക്കെ ഉള്ളൂ. പക്ഷെ അതിൽ ഒരുപാട് ഫ്ലവർ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഒരു കൂട്ടമായിട്ട് ഒറ്റൊന്നാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പൊ അത് എന്ത് ചെയ്യണം? സിംഗുലർ ഫോമിലേക്ക് എഴുതണം അല്ലേ. ബി ആണ് കേട്ടോ. ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ആണ് കേട്ടോ. സിംഗുലർ ഫോം സ്മെൽസ്. Dash Europeans conquered many parts of the world before First World War. Europeans കണ്ടിട്ട് യാ ആണ് കണ്ടിട്ട് യൂറോപ്യൻസ് എന്ന് വേഗം കൊണ്ട് എഴുതി വെക്കില്ലേ. അങ്ങനെ പാടുമോ? പാടില്ല അല്ലേ. അവിടെ അവരുടെ ഒരു വിശേഷങ്ങളാണ് പറയുന്നത് അല്ലേ. The Europeans conquered many parts of the world before First World War. None of the boys have finished the homework. Question tag. None of the boys ആണ് ടാഗ്. സെന്റൻസ് നെഗറ്റീവ് ആണ് അല്ലേ. ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വിട്ടോ. നെഗറ്റീവ് ടാഗുകളൊക്കെ ഒഴിവാക്കി വിട്ടു. ഇനി പോസിറ്റീവ് ടാഗിലേക്ക് വാ. ഹാവ് എ ആണ് അല്ലേ. ഹാവ് ദേ. If it rains tomorrow, if it rains tomorrow, എന്താണ്? V1 ഫോം ആണ് അല്ലേ. ഇവിടെയൊക്കെ V1 ഫോം ആണ്. ഇഫ് ക്ലോസിൽ V1 ഫോം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വില്ല് യൂസ് ചെയ്യണം അല്ലേ. സി ആണ്. വിൽ സ്റ്റേ അറ്റ് ഹോം. അലക്സ് സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. ചൂസ് ദി കറക്റ്റ് കോൺവെർസേഷൻ ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അലക്സ് സെഡ് ദാറ്റ് ഐ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഹാവ് പോയിട്ട് എന്താകും? സെഡ് അല്ലേ, പാസ്റ്റ് ഫോം അല്ലേ. അപ്പൊ ഇവിടെ ഹാഡ് യൂസ് ചെയ്യണം അല്ലേ. ഡി ആണ് കേട്ടോ. അലക്സ് സെഡ് ദാറ്റ് അലക്സ് ആണ്. അപ്പൊ ഐ പോയിട്ട് എന്താണ്? ഹി ആകണം. അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. മൈ പോയിട്ട് എന്താകണം? ഹിസ് ആകണം. അപ്പൊ ഇതായി മൈ വരുന്നതൊക്കെ നമുക്ക് കൊണ്ട് ഒഴിവാക്കാം. Which of the following words is closest meaning the delegant? Delegantന്റെ സിനോണിയം, delegantന്റെ മീനിങ് ബി ആണ്. ക്രിമിനൽ ആണ് കേട്ടോ. ഡെലിഗന്റ് എന്താ? ക്രിമിനൽ. ഇനി ക്രിമിനൽ ആണ് നമ്മൾ ഓരോരുത്തരെ പറയില്ല, അവന് ഭയങ്കര ക്രിമിനൽ ആണ് അല്ലെങ്കിൽ അവള് ഭയങ്കര ക്രിമിനൽ ആണ് പറയില്ലേ. അപ്പൊ ഇനി അടുത്ത അതിന് പകരം നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? ഡെലിഗന്റ്. അവൻ ഡെലിഗന്റ് ആണ്, അവൾ ഡെലിഗന്റ് ആണ്, അവര് ഡെലിഗന്റ് ആണ് എന്നൊക്കെ പറയാം കേട്ടോ. ഡെലിഗന്റ് ക്രിമിനൽ. സെലക്ട് ദ ആന്റോണിയം. ഡിറിലിക്റ്റിന്റെ ആന്റോണിയം എന്താ? ഡിറിലിക്റ്റ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. സി ആണ് കേട്ടോ. അറ്റൻറ്റീവ് ആണ്. ഡിറിലിക്റ്റ് എന്താ? അറ്റൻറ്റീവ്. The teacher asked the students to dash their assignment before submitting it. ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തത്. The teacher asked the students to ലുക്ക് ഓവർ അല്ലേ. ലുക്ക് ഓവർ their assignment before സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അസൈൻമെന്റ് അവരോട് ഒന്നും കൂടി നോക്കാൻ പറയുകയാണ്. ലുക്ക് ഓവർ. handwriting
that can't be read, വായിക്കാൻ കഴിയാത്ത അല്ലെ, ഹാൻഡ് റൈറ്റിംഗ് that can't be read, എഴുത്ത് അറിയാത്തവൻ, എഴുത്ത് ineligible ആണ് അല്ലെ, illegible. The idiom on cloud 9, നേരത്തെ പഠിച്ചത് ഓർമ്മയുടെ idiom on cloud 9 എന്താ നമ്മൾ പഠിച്ചത്? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടില്ലേ, ഡിഗ്രി നിലവാരത്തിൽ ഓൺ ക്ലൗഡ് 9 കണ്ടു. ഇതാണ്ട, അപ്പൊ 10ാം ക്ലാസ് നിലവാരത്തിൽ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടോ? ഓൺ ക്ലൗഡ് 9. ഡി ആണ് എക്സ്ട്രീംലി ഹാപ്പി ഓർ ഇലേറ്റഡ്. അപ്പൊ ക്ലൗഡ് നമ്മൾ സാധാരണ മേഘങ്ങളെ ക്ലൗഡ് എന്ന് പറയും അല്ലേ. അപ്പൊ ഈ മേഘത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ നല്ല ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി ആണ് എന്ന് ഒന്ന് ഓർത്ത് വെക്കാട്ടെ. നമ്മളിങ്ങനെ മഞ്ഞൊക്കെ കൊള്ളുമ്പോൾ എന്തല്ലേ മഞ്ഞ്, ഒഴുകി അവിടെ ചാകും നമ്മൾ. അപ്പൊ ക്ലൗഡിന്, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്യുക, എക്സ്ട്രീംലി ഹാപ്പി ഓർ ഇലേറ്റഡ്. നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയും എത്തിയിട്ടില്ല കേട്ടോ. 2025 നമ്മൾ ആകെ ഇപ്പോ ജൂൺ വരെയുള്ള എക്സാം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളൂ. കേൾക്കുന്നുണ്ടോ? ജൂണും ജൂലൈ നടന്ന എക്സാമുകൾ മാത്രമാണ് ഇത്രയും നേരം ചർച്ച ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് ജനുവരി മുതൽ തൊട്ടിട്ട് ഇനിയും വരണ്ടേ? ജനുവരി മുതൽ തൊട്ടിട്ട് മെയ് വരെയുള്ള ക്വസ്റ്റ്യൻ ഇനിയും ഉണ്ട്. കേൾക്കണ്ടോ? ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. ഞാൻ ആ ക്ലാസ് മുഴുവൻ എടുത്ത നമുക്കും എല്ലാവർക്കും ബോറായി തുടങ്ങും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന്റെ ബാലൻസ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്തിച്ചു തരാം. തീർച്ചയായിട്ടും എത്തിച്ചു തരും കേട്ടോ. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴേക്കും ഇംഗ്ലീഷ് എന്നുള്ളതും മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളും എത്തിച്ച് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. തീരെ വ്യൂസ് കമ്മിയാണ്. നിങ്ങളെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ താഴെ വ്യൂ ഒന്ന് നോക്ക്. എത്രത്തോളം വ്യൂസ്, നമ്മൾ ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് വല്ല ഒരു 3-4 ക്വസ്റ്റ്യൻ കൊണ്ടുവന്ന് അതിന് ഒരു 4 എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് പോകുന്ന പരിപാടി നമ്മളുണ്ടോ? ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നമ്മൾ പറയാറില്ല, നല്ലത് ചെയ്യുന്നവർക്കൊന്നും ഒരു ഇത് നമ്മൾ എവിടെ എത്തിപ്പെടില്ല എന്നുള്ളത് പറയുന്നത് സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ എന്റെ കടമ ആരെങ്കിലും ഒരു ഫാമിലിയെങ്കിലും രക്ഷപ്പെടണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ആഗ്രഹം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട്, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറും അല്ല, അടുത്ത ഇതിന്റെ ബാലൻസുമായിട്ട്, കാരണം 2 മാസത്തിലാണ് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത്. 1.5 മണിക്കൂറാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.